ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭത്തെ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിധായ ഹി തതോദയത്തെ വിവേകഃ. ഹരി ഓം തത്സ. ഹരി ഹരി. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം തത്സ. ജയ ഗുരു. നമുക്ക് 3 തവണ പതിവ് പോലെ ഓംകാരം ജപിക്കാം. ഈ സംയുക്ത സ്വരസമുച്ചയത്തിൻ്റെ അതിപവിത്രവും ചിരപുരാതനവുമായ വിശേഷപ്പെട്ട ഒരു സ്വരസമുച്ചയമാണിത്. ലോകം മുഴുവനും വ്യാപിച്ചതിൻ്റെ മംഗളപ്രസരണങ്ങൾ എല്ലാ ദിക്കിലും എത്തണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെ എല്ലാവരുടെയും മനസ്സ് വികസിതമാകട്ടെ. 3 തവണ എല്ലാവരും ജപിക്കണം. ഹരി ഹരി ഹരി. ഓ ഹരി ഓം തത്സ. ജയ ഗുരു. ജയ ഗുരു. നമുക്ക് 3:14 മുതൽക്ക് ചൊല്ലാം. 3:14 കഴിഞ്ഞാൽ പിന്നെ 4:1 4-ാമത്തെ ചാപ്റ്ററിലുള്ളത്. ആദ്യം ഇവിടെ എഴുതി വച്ചിട്ടുള്ള ശ്ലോകം. അന്തസ്ത്യക്തകഷായസ്യ നിർദ്വന്ദ്വസ്യ നിരാശിഷഃ യദൃച്ഛയാഗതോ ഭോഗോ ന ദുഃഖായ ന തുഷ്ടയേ. ഇനി അടുത്ത അധ്യായത്തിലെ 4:1 ഹന്താത്മജ്ഞസ്യ ധീരസ്യ ഖേലതോ ഭോഗലീലയാ നഹി സംസാരവാഹീകൈഃ മൂഢൈഃ സഹ സമാനതാ യത്പദം പ്രേപ്സവോ ദീനാഃ ശക്രാദ്യാഃ സർവദേവതാഃ അഹോ തത്ര സ്ഥിതോ യോഗീ ന ഹർഷമുപഗച്ഛതി തജ്ഞസ്യ
പുണ്യപാപാഭ്യാം തദ്യസ്യ പുണ്യപാപാഭ്യാം സ്പർശോ ഹ്യന്തർന ജായത്തെ സ്പർശോ ഹ്യന്തർന ജായത്തെ നഹ്യാകാശസ്യ ധൂമേന നഹ്യാകാശസ്യ ധൂമേന ദൃശ്യമാനാപി സംഗതിഃ ദൃശ്യമാനാപി സംഗതിഃ ആത്മൈവേദം ജഗത്സർവം ആത്മൈവേദം ജഗത്സർവം ജ്ഞാതം യേന മഹാത്മനാ ജ്ഞാതം യേന മഹാത്മനാ യദൃച്ഛയാ വർത്തമാനം യദൃച്ഛയാ വർത്തമാനം തം നിഷേദ്ധും ക്ഷമേതകഃ തം നിഷേദ്ധും ക്ഷമേതകഃ ആബ്രഹ്മസ്തംഭപര്യന്തേ ആ ബ്രഹ്മസ്തംഭപര്യന്തേ ഭൂതഗ്രാമേ ചതുർവിധേ ഭൂതഗ്രാമേ ചതുർവിധേ വിജ്ഞസ്യൈവ ഹി സാമർഥ്യം വിജ്ഞസ്യൈവ ഹി സാമർഥ്യം ഇച്ഛാനിച്ഛാവിവർജനേ ഇച്ഛാനിച്ഛാ വിവർജനേ ആത്മാനമദ്വയം കശ്ചിത് ആത്മാനമദ്വയം കശ്ചിത് ജാനാതി ജഗദീശ്വരം ജാനാതി ജഗദീശ്വരം യദ്വേത്തി തത് സ കുരുതേ യദ്വേത്തി തത്സ കുരുതേ ന ഭയം തസ്യ കുത്രചിത് ന ഭയം തസ്യ കുത്രചിത്. ഈ അധ്യായം അഷ്ടാവക്രൻ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു പുറപ്പെട്ടു. അപ്പോൾ അവിടുന്ന് പറയുണ്ടായി ഇത് അഷ്ടാവക്രനല്ല ജനകനാ പറഞ്ഞത്. ഒന്ന് പരിശോധിച്ച് നോക്കി എന്താ അങ്ങനെ അഷ്ടാവക്ര ഉവാചാന്ന് ഇതിൽ എഴുതിയിരിക്കണേ, അങ്ങനെ എഴുതാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതിലിപ്പോൾ രണ്ടഭിപ്രായമാണ് നിൽക്കുന്നത്. അഷ്ടാവക്രൻ പറഞ്ഞു എന്നാണ് പഴയ ചില പുസ്തകങ്ങളിൽ കാണുന്നത്. അത് പ്രത്യേകിച്ചും രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മഠം പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകം വളരെ ആധികാരികമാണ്, നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാം. നമ്മുടെ സംസ്കാരത്തെ പൂർണ്ണമായും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവരെന്തെങ്കിലും എഴുതുകയാണെങ്കിൽ എഴുതൂ, അബദ്ധമൊന്നും ഉണ്ടാവില്ല. പിന്നത്തെ പബ്ലിക്കേഷനിൽ അത് മാറ്റി അഷ്ടാവക്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ചു, അതാണല്ലോ പിന്നെ ഒരു വഴി. എനിക്ക് തോന്നുന്നു ഇത് ജനകൻ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന്. ഈ പ്രസ്താവനകളിൽ ജനകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു അഷ്ടാവക്ര മഹർഷിയുടെ മുൻപിൽ, അതേപോലെ ഒരു ഗുരുവിൻ്റെ മുൻപിൽ അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു കവിഞ്ഞ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് അഷ്ടാവക്ര മഹർഷി പറഞ്ഞത് തന്നെയാണ്. ആത്മാനമദ്വയം കശ്ചിത് ജാനാതി ജഗദീശ്വരം യദ്വേത്തി തത്സ ഗുരുതേ ന ഭയം തസ്യ കുത്രചിത്. ഞാൻ ഇന്നലെയോ എങ്ങാണ്ട് ശ്രീമദ് ഭാഗവത പരിവ്രജന പരമ്പരയിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ ശീർഷകം എടുത്ത് വായിച്ച് പറയുണ്ടായി അതിനെപ്പറ്റി. നമ്മുടെ ശാസ്ത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചവിട്ടുപടി കയറ്റമാണെന്ന്. ശാസ്ത്രവിധി എന്തെല്ലാം ഉണ്ടോ ആ വിധികളെ മുഴുവൻ അനുസരിച്ച് അതിന് മീതെ പോകണം. ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഭാഷയിൽ കർമ്മമോക്ഷായ കർമാണി, എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നത് ആ കർമ്മത്തിൽ നിന്ന് താണ്ടിക്കിടക്കാനാണ്. അതിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരാളും പറയുന്നില്ല. നമ്മുടെ സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. കിൻഡർ ഗാർട്ടനിൽ എത്ര കൊല്ലം പഠിപ്പിക്കുന്നു നിങ്ങൾ? 1-ാം ക്ലാസ്സിലോ 2-ലോ? ഓരോ ക്ലാസ്സിലും 1 കൊല്ലം പഠിച്ച് പരീക്ഷ എഴുതിയാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം, അതാണ് ഉദ്ദേശം. ആ ക്ലാസ്സിനെ താണ്ടിക്കിടന്ന അടുത്തതിലേക്ക് പോവുക, അവസാനം സ്കൂൾ വിടുക, കോളേജ് വിടുക, പ്രവർത്തന സ്ഥലത്ത് അതിനെയും വിടണം. അതുമാതിരി ബ്രഹ്മചര്യം, അത് കഴിഞ്ഞ് ഗാർഹസ്ഥ്യമുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥം. അവിടെയാണ് നിങ്ങൾക്കൊക്കെ പരാജയം. അങ്ങോട്ട് തിരിയില്ല. ഗാർഹസ്ഥ്യത്തോടു കൂടി നിൽക്കണം. ആ പേരക്കുട്ടികൾ, അവർക്കും കുട്ടികൾ, ഞാൻ അങ്ങനെയെന്നും പറഞ്ഞ് അങ്ങനെ അത് വായ പൊളിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടണേ. ആ ഗാർഹസ്ഥ്യത്തെയും വേണ്ടതുപോലെ അനുഭവിച്ച് അതിൽ നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടി ധന്യത സമ്പാദിച്ച് പാകം വന്ന്
അതിനെയും അതിജീവിച്ചതാ. മക്കളെ, കുട്ടികളെ, നിങ്ങളായി, ഞങ്ങൾ ഒഴിയണു എന്ന് പറഞ്ഞ് ഉദ്യോഗത്തിൽ നിന്ന് നിങ്ങളെ ഒഴിപ്പിക്കും. ഇവിടെയും മക്കളെ ഒഴിപ്പിക്കുന്നുണ്ടാവും. പക്ഷേ അച്ഛനമ്മമാർ വിട്ടുപോവില്ല. അതും വിടാനുള്ളതാ. അതുമാതിരി വാനപ്രസ്ഥ ജീവിതമോ അതും വിടാനുള്ളതാ. ഇത് കഴിഞ്ഞ് സന്യാസം എന്ന് പറയണതോ, ആ സന്യാസത്തിൻ്റെയും ധന്യത കിട്ടിയതിന് ശേഷം സന്യാസത്തിൻ്റേതായ ചില നിയമങ്ങളും വ്യവസ്ഥകളുമുണ്ട്. ആ വ്യവസ്ഥകളെയും അതിജീവിച്ച് നാം സ്വതന്ത്രരാകണം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ലോകത്തിൽ പല വിധത്തിലുള്ള മതങ്ങളും അധ്യാത്മ ശാസ്ത്രങ്ങളും ഉണ്ടാകാം. എന്നാൽ ഈ ഭാരതത്തിലുള്ള ഒരൊറ്റ ശാസ്ത്രത്തിലെ ഇങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിചാരം, അനുഭവം. എന്താണ്? ഗ്രന്ഥം അഭ്യസ്യ മേധാവി ജ്ഞാനവിജ്ഞാന തത്പരഃ പലാലമിവ ധാന്യാർത്ഥി ത്യജേത് ഗ്രന്ഥമശേഷതഃ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടെന്ന് സംബന്ധിച്ച് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഗ്രന്ഥം അഭ്യസ്യ മേധാവി. ബുദ്ധിയുള്ളവൻ എന്തു വേണം? ഗ്രന്ഥം വായിച്ച് മനസ്സിലാക്കി അഭ്യസിക്കണം. ഗ്രന്ഥം അഭ്യസ്യ മേധാവി. അപ്പോൾ ഒരു പുസ്തകം എടുത്തു, വായിച്ചു, പഠിച്ചതിന് ശേഷം എന്തു വേണം? അത് താഴ്ത്തു വെച്ചു. പുസ്തകം പഠിക്കണത് അപ്പോൾ എന്തിനാ? താഴ്ത്തു വയ്ക്കാനാ? അത് മാത്രമേ ഉള്ളൂ. ആ പുസ്തകത്തിലുള്ള നിർദ്ദേശമോ അതിൻ്റെ ആദേശമോ അതിലുള്ള ലക്ഷ്യമോ അനുഷ്ഠാനമോ എന്തോന്ന് മനസ്സിലാക്കി ആ അനുഷ്ഠാനം വ്യക്തീയമായി കൊണ്ടു നടക്കുക, അതാണ് ഈ വായനയുടെ ഉദ്ദേശം. അനുഷ്ഠാനം തുടങ്ങിയാൽ പിന്നെ പുസ്തകത്തിൻ്റെ ആവശ്യമില്ല, വായിക്കും വേണ്ട. വായിച്ചത് മനസ്സിലാക്കി അനുസരിക്കുക. ഇപ്പം ക്ഷേത്രത്തിൽ പോകൂ, തൊഴൂ, പ്രദക്ഷിണം വയ്ക്കൂ, നമസ്കരിക്കൂ, പ്രസാദം മേടിച്ച് തൊഴൂ എന്ന് പറഞ്ഞാൽ വായിച്ച അവിടെ വച്ചാൽ ഇതൊക്കെ അയ്യോ? വായിച്ച പുസ്തകം അവിടെ വയ്ക്കണം, ക്ഷേത്രത്തിൽ പോകണം, കൈ കൂപ്പി തൊഴണം, പ്രദക്ഷിണം വയ്ക്കണം, പ്രസാദം തൊട്ട് നമസ്കരിച്ച് പ്രസാദം തൊട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് പോവുക. അതാണ് അനുഷ്ഠാനം. അതുമാതിരി എല്ലാ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ളത് വേണ്ടതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം അത് നമ്മൾ അനുഷ്ഠാനമാക്കി തീർക്കുക. അങ്ങനെ അനുഷ്ഠാനമാക്കിയാലോ? ഗ്രന്ഥമഭ്യസ്യ മേധാവി ജ്ഞാനവിജ്ഞാന തത്പരഃ. അതിൽ പറഞ്ഞിട്ടുള്ള ജ്ഞാനം, ആത്മജ്ഞാനമാണല്ലോ സർവസ്വം. അത് മനസ്സിലാക്കി ആ ആത്മാവിനെ അറിയാനും ഉണരാനും അനുഭവിക്കാനും സാക്ഷാത്കരിക്കാനും വേണ്ടിയുള്ള പ്രയത്നത്തിൽ സാധനയിൽ ഏർപ്പെടുക. എന്നിട്ട് സാക്ഷാത്കാരം കഴിഞ്ഞ് കൈ കിട്ടിയാലോ? പലാലമിവ ധാന്യാർത്ഥി ത്യജേത് ഗ്രന്ഥം അശേഷത. ഇപ്പം നമ്മൾ നെല്ല് വിളയിക്കുന്നു, ആദ്യമായിട്ട് കുത്തിയിട്ടു, മുളച്ചു, അത് കുറേയൊക്കെ ചെനച്ചു, വലുതായി, കളകളുണ്ടെങ്കിൽ പറിച്ച് നീക്കി, വെള്ളം വേണ്ടതുപോലെ ഉണ്ടായി, വറ്റിയെന്നുണ്ടെങ്കിൽ നനച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കൊയ്തു കൊണ്ടുവന്നു. എന്തു ചെയ്യും? പിന്നെ ചവിട്ടി മെതിക്കും. എന്നിട്ടോ ഭൂരിഭാഗം സാധനങ്ങളും കളയും, മാറ്റിവെക്കും. എന്നിട്ട് പിന്നെ എടുക്കുന്നത് നെല്ലുമണി മാത്രമാണ്. അതും എന്തു ചെയ്യണു? കുത്തിയിട്ട് അതിൻ്റെ ഉമി കളഞ്ഞ് കുറേ തവിടും പോയി ബാക്കിയുള്ളത് അരിയെ ഊണ് കഴിക്കുള്ളൂ. അതുപോലെയാണ് ഈ ഗ്രന്ഥങ്ങൾ. പലാലമിവ ധാന്യാർത്ഥി ത്യജേത് ഗ്രന്ഥം അശേഷത. ധാന്യം ആവശ്യപ്പെടുന്നവൻ ആ തണ്ടും കിണ്ടും ഉമിയുമെല്ലാം കളഞ്ഞ് ആ ധാന്യം മാത്രം ഉപയോഗിക്കുന്നത് പോലെ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ജ്ഞാനവും വിജ്ഞാനവും മുറുക്കി പിടിച്ച് അത് അനുഷ്ഠാനമാക്കി തീർത്ത് സാക്ഷാത്കരിച്ച് സമ്പന്നമാവുക. അതാണ് നമുക്ക് ആവശ്യം. അങ്ങനെ എല്ലാം അതിജീവിക്കാനുള്ളതാണ്. അതുപോലെ ഒരു സ്ഥിതിയാണ് ഇവിടെ പറയുന്നത്. ആത്മാനമദ്വയം കശ്ചിത് ജാനാതി ജഗദീശ്വരം. ആത്മാനം അദ്വയം. ആത്മാ എന്ന് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് സർവവ്യാപിയാണ്. അപ്പം സർവവ്യാപിയായി രണ്ട് പൊരുളുണ്ടാവില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ശരീരത്തിൽ, പാഞ്ചഭൗതിക ശരീരത്തിൽ എങ്ങനെയാണോ ആത്മാ എല്ലാ ദിക്കിലും എല്ലാ സെല്ലിലും വ്യാപിച്ചു കിടക്കുന്നത്, അതേപോലെ ഈ പഞ്ചഭൂതങ്ങളുള്ള പ്രപഞ്ചത്തിൽ മുഴുവനും അത് വ്യാപിച്ചു കിടക്കും. വ്യാപകത്വത്തിന് അതാണ് അർത്ഥം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സട്ടിലിറ്റി ഓർ ഓഫ് എ പ്രോഡക്റ്റ് ഓർ എൻ ഐറ്റം, എ സബ്സ്റ്റൻസ്, ഇറ്റ് വിൽ ഓൾസോ ബി ഇറസിസ്റ്റബിളി പെർവേസീവ്. ഇപ്പോൾ ഒരു വായു പിടിച്ചിങ്ങനെ വയ്ക്കാൻ പറ്റില്ല. വായു വച്ചാൽ അതിങ്ങനെ പരക്കും, വെള്ളമാണെങ്കിൽ ഒഴിച്ചാൽ പരക്കും. അങ്ങനെ ഓരോന്നും അതിൻ്റെ സൂക്ഷ്മതയനുസരിച്ച് വ്യാപിക്കുകയും ചെയ്യും.
അപ്പം നമ്മുടെ പാഞ്ചഭൗതിക ദേഹത്തിൽ എങ്ങനെ വ്യാപിക്കുന്നുവോ അതുപോലെ പഞ്ചഭൂത നിബിഡമായ ലോകത്തിൽ എല്ലാ ദിക്കിലും അത് വ്യാപിച്ച് നിറഞ്ഞിരിക്കും. അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആത്മാ ഒന്നല്ലാതെ രണ്ടാമത് വേറെ ഒന്നിനതിന് സ്ഥാനമുണ്ടോ? ഇല്ല. അത് നല്ലപോലെ മനസ്സിലാക്കുക. അപ്പം പിന്നെ നമ്മൾ ഈശ്വരൻ, ജഗതീശ്വരൻ എന്ന് പറയുന്നത് ആരെയാ? ഈ ആത്മാവിനെ തന്നെയാണ് പറയണത്. ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ പര്യായ ശബ്ദമാണ്. ഇപ്പം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് പോലെ വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂതൻ ശ്രീമദ് ഭാഗവതം പറയാൻ പുറപ്പെടുന്നത്. അങ്ങ് അനവധി ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ എല്ലാം കൂടി വായിച്ചിട്ടുണ്ട്. ആ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ എസൻസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? അതിൻ്റെ സാരമായ കഴമ്പ് എന്താണെന്ന് ഉടനെ അദ്ദേഹം പറഞ്ഞതാ. നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം അദ്വയമായി പ്രകാശിക്കാൻ തുടങ്ങിയാൽ കാണുന്ന ഞാൻ, കാണപ്പെടുന്ന പൊരുളൊന്ന് വേറെ, ഇങ്ങനെ സബ്ജക്റ്റ് ഓബ്ജക്റ്റ് എന്നുള്ള വ്യത്യാസത്തിന് ഇടം കൊടുക്കാതെ, വിഷയം എന്ന ഭേദമില്ലാതെ എല്ലാം ഒന്നായിത്തീരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതാണ് പരമം. അതിനെയാണ് ആത്മാ എന്ന് പറയുന്നത്, ബ്രഹ്മം എന്ന് പറയുന്നത്, ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൂടി വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം, അദ്വയജ്ഞാന രൂപത്തിലുള്ള തത്വം എന്തോ അതാണ് എന്ന് പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത്. അപ്പോൾ ഈ ആത്മാവാണ് ജഗതീശ്വരൻ. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഇനി എവിടെയെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും പ്രാപിക്കാനുണ്ടോ? ഇതിലെന്തെങ്കിലും തള്ളിക്കളയാനുണ്ടോ? എല്ലാം കൂടി ആത്മമയം ഒന്നേ ഉള്ളൂ സത്താവിശേഷം. അത് നിറഞ്ഞിരിക്കണു. നിറഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിനെ എങ്ങനെയാ തള്ളിക്കളയുക? ഒന്ന് മാറ്റി എങ്ങനെയാ? വേറെ ഒന്ന് അവിടെ കുത്തിത്തിരുകണത് എങ്ങനെയാ? അപ്പം എല്ലാം കൂടിയിട്ട് ഒന്നേ ഉള്ളൂ. ആ ഒന്ന് തന്നെയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കിയവൻ യദ് വേത്തി തത്സ ഗുരുതേ. ആ മനുഷ്യൻ്റെ മനസ്സിൽ ഓരോരോ സമയത്തിൽ എന്തെല്ലാം തോന്നുന്നതോ നല്ലത് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതെന്നല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു ശാസ്ത്രത്തിൻ്റെ പ്രമാണമോ ഒരു ഉപരിനിർദ്ദേശത്തിൻ്റെ ആവശ്യകതയോ ഒന്നുമില്ല, ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഭക്തന്മാർ പലപ്പോഴും പറയാറുണ്ട്, അതാ എനിക്ക് ഭഗവാൻ സ്വപ്നത്തിൽ പറഞ്ഞു, എന്തിനാ ഈ സ്വപ്നത്തിൽ നിൽക്കണേ, ജാഗ്രതയിലായിക്കൂടെ? നിങ്ങൾ സ്വപ്നത്തിലാണോ കല്യാണം കഴിച്ചത്? സ്വപ്നത്തിലാണോ ജനിച്ചത്? സ്വപ്നത്തിലാണോ ഊണ് കഴിക്കുന്നത്? ഭഗവാൻ മാത്രം സ്വപ്നത്തിൽ വേണത്രേ. ഇതെന്ത് ഗ്രഹപ്പഴയത്? നോക്കൂ, ബുദ്ധിശൂന്യത. ഈ ജാഗ്രതയിൽ എങ്ങനെയാ ഭഗവാൻ വരില്ലിരിക്കുമോ? ഇതെന്താ സ്വപ്നത്തിൽ വരുന്ന ഒരു ഭഗവാനാ? അപ്പം പിന്നെ ജാഗ്രതയിൽ അദ്ദേഹത്തിനെ കൊണ്ട് എന്താ പ്രയോജനം? ഇതൊക്കെ അപൂർണമായ ചിന്തകളാണ്. ഈ സത്യം മനസ്സിലാക്കുന്നതോടുകൂടി യദ് വേത്തി തത്സ ഗുരുതേ. അവരെയാണ് ശാസ്ത്രം എഴുതുന്നത്, അവരുടെ മനസ്സിലാണ് ഇത് ഉദിക്കുന്നത്. അവർക്ക് എന്ത് തോന്നുന്നുവോ അത് ചെയ്യും. ന ഭയം തസ്യ കുത്രചിത്. അദ്ദേഹത്തിന് ഒരു കാലത്തും ഒരിടത്തു നിന്നും ഒന്നിനെ ചൊല്ലിയും സ്വല്പം പോലും ഭയമുണ്ടാവില്ല. ഭയം എന്ന് പറയുന്നത് ഒന്നിലധികം പൊരുളുള്ളപ്പോഴാണ്. ഒരേ പൊരുളാണെങ്കിൽ ആ ഒരേ പൊരുൾ തന്നെത്താനെ പേടിപ്പിക്കുമോ? ഞാൻ എന്നെ ഭയപ്പെടുമോ? ഞാൻ തന്നെയാണ് എല്ലാം എന്ന് വന്നാൽ പിന്നെ ഭയപ്പെടുന്ന ചോദ്യമില്ല. ഭയം എന്ന് പറഞ്ഞാൽ ഭയം ദ്വിതീയാഭിനിവേശതസ്യാത്. രണ്ട് എന്നൊരു തോന്നലിൽ മാത്രമേ ഭയത്തിനോ ആശയ്ക്കോ വെറുപ്പിനോ വിദ്വേഷത്തിനോ അസൂയയ്ക്കോ എന്തിനും സ്ഥാനമുള്ളൂ. ഒന്നാവുമ്പോൾ യാതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആയിത്തീരും മനസ്സ്. തൈത്തിരീയോപനിഷത്തിൽ പറയുകയാണ്, യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കദാചന. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഈ ആത്മാ അധ്യാത്മം എന്ന് പറയുന്നത് എന്താ? പുറത്തുള്ളതല്ല. പുറത്തുള്ളത് കാണിക്കാനാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾക്ക് ബാഹ്യദർശനം മാത്രമേ, ബാഹ്യസമ്പർക്കം മാത്രമേ പറ്റൂ. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അധ്യാത്മകാര്യത്തിന്. അതാണ് കണ്ണടച്ച് ധ്യാനിക്കുന്നത്. നമുക്ക് അറിയാനും ഉണരാനും സമ്പർക്കം നടത്താനും ഉള്ളത് ശരീരത്തിൽ ഉള്ളിൽ
ഉണർവ് രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്ന വിശേഷപ്പെട്ട ആ സത്താവിശേഷത്തോടു കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, എന്തിൻ്റെ അടുത്ത് ചെന്ന് അതിനെ നുണയാനും നുകരാനും വാക്കുകൾക്ക് സാധിക്കാതെ വരുന്നുവോ, മനസ്സിന് പോലും സാധിക്കാതെ വരുന്നുവോ, ആ ആനന്ദരൂപിയായിരിക്കുന്ന ബ്രഹ്മസത്തെ അറിഞ്ഞ ആൾക്ക് ന ബിഭേതി കഥാചന, അങ്ങോർക്ക് ഒരു കാലത്തും ഭയമുണ്ടാവില്ല. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ ന ബിഭേതി കഥാചന. ഇതൊരു വലിയ വാക്യമാണ് ശാസ്ത്രം അറിയുന്നവരുടെ ഇടയിൽ. ഭയം ദ്വിതീയാഭിനിവേശത സ്യാത് ഈശാദഭേദസ്യ വിപര്യോ അസ്മൃതി. നിങ്ങളൊക്കെ നാമം ജപിക്കണം നാമം ജപിക്കണം എന്ന് പറയില്ലേ? എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈശ്വരനോട് പറയണം, ഭഗവാനെ അങ്ങയെ പ്രത്യേകമായി ഓർമ്മ വയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുതേ എന്ന്. എന്താ മനസ്സിലാവുന്നുണ്ടോ? അങ്ങയെ ഓർമ്മ വയ്ക്കുന്ന ഒരു സ്ഥിതി വരരുത്. ഓർമ്മ വയ്ക്കേണ്ടി വന്നു എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മറക്കണമെന്ന്. എന്താ ഒരു മിണ്ടാതെ? ഭഗവാനെ സ്മരിക്കേണ്ടി വരണത് മറക്കുന്നത് കൊണ്ടാണ്. മറക്കുമോ എന്നുള്ള ഭയം, മറന്നു എന്നുള്ള തോന്നൽ. ഭഗവാനെ അങ്ങേ ഒരിക്കലും സ്മരിക്കേണ്ടി വരരുത്, എനിക്ക് സ്മരിക്കാന്നൊരു കാര്യമേ ഉണ്ടാവരുത്. സ്മരിക്കണത് എപ്പോഴാണ്? മറക്കുന്നതിനെയാണ് സ്മരിക്കുക. അപ്പം അങ്ങനെ ഒരു വിചാരമേ എനിക്ക് തോന്നരുത് എന്നാണ് പറയേണ്ടത്. ഭയം ദ്വിതീയാഭിനിവേശത സ്യാത് ഈശാദഭേദസ്യ വിപര്യോ അസ്മൃതി. രണ്ട് എന്നുള്ള തോന്നലുള്ളപ്പോഴാണ് നമുക്ക് ഭയം, അപ്പോഴാണ് മറവിയും. ഒന്ന് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കുമോ? എങ്ങനെയാണ് മറക്കുക? മറക്കുക എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്കൂ. മറന്നു, എന്നിട്ട് എവിടേക്കാണ് പോയത്? ആരാ മറന്നത്? ഞാൻ ഭഗവാനെ മറക്കുമ്പോൾ, ഞാൻ പറയട്ടെ നിങ്ങളോട്, പറയട്ടെ, ഞാൻ ഭഗവാനെ മറക്കുമ്പോൾ ഭഗവാൻ മറക്കപ്പെട്ടു, പക്ഷേ മറക്കുന്ന ഞാൻ അവശേഷിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഭഗവാൻ മറക്കപ്പെട്ടതോ അതോ അവശേഷിക്കുന്ന ഞാനോ? എൻ്റെ ഭാഷ മനസ്സിലായില്ല മിക്കവർക്കും തോന്നണം. The moment I agree that I forget God, my God I have forgotten, but I, the forgetter, survives there to forget. So my dear souls, please understand, you should know God in such a manner, in such absolute terms, that there will be no question of remembering Him and forgetting Him at all. He alone is. And what you refer to as I is He. What you refer to as you is He. What you refer to as the other and the others equally is He. എല്ലാം ഈശ്വരനായി തീരുന്നത്, അതാണ് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും നേടിയെടുക്കാൻ പറ്റാവുന്ന വിശേഷപ്പെട്ട ഇൻഫാലിബിൾ ഗെയിൻ, ച്യുതിയില്ലാത്തൊരു നിലയാണത്. അപ്പോൾ ഇവിടെ പറയാണ്, ഭയം ദ്വിതീയാഭിനിവേശത സ്യാത് ഈശാദഭേദസ്യ വിപര്യോ അസ്മൃതി. രണ്ട് എന്നുള്ളൊരു ഗണന മനസ്സിൽ വന്നു, നമ്മൾ സമ്മതിച്ചു കൊടുത്തു എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഭയമായി, ദ്വേഷ്യമായി, ആശയായി, മറവയായി. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു മറവയില്ലാതെ ഇരിക്കട്ടെ എന്നാണ് എനിക്ക് അനുഗ്രഹിക്കാനും പറയാനുമുള്ളത്. ഇന്ന് മുതൽക്കെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ, ഉള്ളതെല്ലാം ഈശ്വരനാണ്. ഉറങ്ങുമ്പോഴും ഞാൻ ഈശ്വരനെ മറക്കുന്നില്ല. എണീറ്റിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറയണു. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാനായിട്ടാണ് ഉറങ്ങുന്നത്, ഈശ്വരനെ ഞാനായിട്ടാണ് അവിടെ അനുഭവിക്കുന്നത്. ജാഗ്രത അവസ്ഥയിലോ ഞാനായും നീയായും മറ്റുള്ളവരായും അനുഭവിക്കുന്നു, ഐന്ദ്രിയ വസ്തുക്കളായി അനുഭവിക്കുന്നു, മനസ്സിലുള്ള ചിന്തകളായി അനുഭവിക്കുന്നു, ആലോചനകളായി അനുഭവിക്കുന്നു, മറവയായും ഓർമ്മയായും അനുഭവിക്കുന്നു. മത്തസ്മൃതി ജ്ഞാനമപോഹനം ച എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിൽ നിന്നാണ് സ്മൃതിയും അതുപോലെ ഓർമ്മയും. ഞാനിത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഊവപ്പാ ഊവ. എത്ര വിശേഷപ്പെട്ട ഒരു ഇൻഷുറൻസാണത്, നിങ്ങൾ മനസ്സിലാക്കൂ. എത്ര വിശേഷപ്പെട്ട ഒരു നിലയാണ്. പലരും പറയും ചാവുമ്പോൾ എനിക്ക് ഭഗവാനെ ഓർമ്മ വയ്ക്കണമെന്ന്. ഞാൻ ഈശ്വരനോട് പറയും,
ഒരിക്കലും ഞാൻ മരിക്കുമ്പോൾ മാത്രം ഈശ്വരനെ സ്മരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും പ്രത്യേകമായി സ്മരിക്കേണ്ട ഒരു സ്ഥിതി വരരുതേ എനിക്ക്. എന്താ നിങ്ങൾ ഈ പറയണത്? മരിക്കാൻ കാത്തിരിക്കണോ ഭഗവാനെ സ്മരിക്കാൻ? ഞാൻ എപ്പോഴും പറയും, ഇത് നിങ്ങൾ മനസ്സിലാക്കുമോ? നാരായണ നാരായണ നാരായണ, 4 അക്ഷരം. എപ്പോഴാണ് ഇതിൽ നാരായണൻ സംഭവിക്കുന്നത്? എന്ന് മുഴുവനായാലല്ലേ. അപ്പം മാത്രം നാരായണനാണെങ്കിൽ നാരായ എന്ന് പറയുമ്പോൾ ഈശ്വരനില്ലല്ലോ. അപ്പം 3/4 ഭാഗം പോയി, എന്നിട്ട് 1/4 ഭാഗമേ നിങ്ങൾക്ക് ഭഗവാനുള്ളൂ. മനസ്സിലാവണില്ല. മനസ്സിലായോ? നാരായണ എന്ന വാക്കുകൊണ്ട് നാം ഭഗവാനെ സൂചിപ്പിക്കുമ്പോൾ 4 അക്ഷരവും മുഴുവനാക്കിയാലല്ലേ നാരായണനായുള്ളൂ. അപ്പം 4 അക്ഷരം മുഴുവൻ, ആ 4ാമത്തെ അക്ഷരം വരുന്നവരെ 3 അക്ഷരത്തിലോ നിങ്ങൾ എവിടെയായിരുന്നു? എന്താ മിണ്ടാതെ? ഈ ചിന്താഗതി യേശുന്നില്ല അല്ലേ? ഒന്ന് ചിന്തിക്കൂ അപ്പാ, ചിന്തിക്കൂ. അതാണല്ലോ ഇവിടെ ആത്മതത്വ സമീക്ഷ. ഇവിടെ എന്താ എഴുതിയിരിക്കണേ? ഇവിടെ തന്നെ, ഇപ്പോൾ തന്നെയെന്ന്. ആ ഇവിടെ ഇപ്പോഴാണ് സ്വാമി കാണിച്ചു തരുന്നത്. ആത്മാനമദ്വയം കശ്ചിത് ജാനാതി ജഗദീശ്വരം ജഗദീശ്വരം യദ്വേത്തി തത്സകുരുതേ ന ഭയം തസ്യ കുത്രചിത്. ഒരു ശ്ലോകം പറയാം. ഇത് വിവേക ചൂടാമണി ഉള്ളതാ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുമോ? കസ്താം പരാനന്ദരസാനുഭൂതിം ഉത്സൃജ്യ ശൂന്യേഷു രമേത വിദ്വാൻ ചന്ദ്രേ മഹാഹ്ലാദിനി ദീപ്യമാനേ ചിത്രേന്ദുമാലോകയിതും കയിച്ഛേത്. ശങ്കരാചാര്യൻ ചോദിക്കുകയാണ്, കസ്താം പരാനന്ദരസാനുഭൂതിമുത്സൃജ്യ ശൂന്യേഷു രമേത വിദ്വാൻ. അറിവുള്ള ആരെങ്കിലും ഈ ശൂന്യ വസ്തുക്കളിൽ രമിക്കുമോ? എങ്ങനെ? കസ്താം പരാനന്ദരസാനുഭൂതിമുത്സൃജ്യ. ലോകത്തിൽ എങ്ങനെ നോക്കിയാലും 2 സാധനങ്ങളേ ഉള്ളൂ. ഒന്ന് ദൃശ്യം, പിന്നെ ഒന്നോ ദ്രഷ്ടാവ്. ഈ കാണുന്നത് മുഴുവൻ ഓബ്ജക്ട്സാണ്. ഈ ഓബ്ജക്ട്സ് ഏതെങ്കിലും പ്രകാശിക്കുമോ സബ്ജക്റ്റ് ഇല്ലാതെ? എന്താ മിണ്ടാതെ? വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ കാണുന്ന ഒരുവൻ്റെ മുൻപിലല്ലേ വസ്തുക്കൾ കാഴ്ചയായി പ്രകാശിക്കുന്നത്. അപ്പം കാണുന്നു എന്ന് പറയുന്ന ആ കാഴ്ച, കാണുന്നു എന്ന് പറയുന്നതിൽ മുൻപിൽ നിൽക്കുന്നത് ഏതാ? കാണുന്നവനോ അതോ വേറെ വലുതോ? കാണുന്നവനാണ് കാഴ്ച സംഭവിക്കുന്നത്. കാണുന്നവനാണ് കാണാൻ തുടങ്ങുന്നത്. ആ കാണാൻ തുടങ്ങിയിട്ട് കാണുന്നവനിലുള്ള പ്രതിച്ഛായയും പ്രതിബിംബവുമാണ് കാഴ്ച. അപ്പം വസ്തുക്കളിലേക്ക് നമ്മൾ പോവുകയാണ്. എവിടുന്നാ പോണത്? വിഷയങ്ങളെ ഗ്രഹിക്കുന്ന വിഷയി ഉള്ളിൽ. ആ വിഷയിയാണ് എല്ലാറ്റിനെയും ഗ്രഹിച്ച് വിഷയമാക്കുന്നത്. അങ്ങനെ 2 ഉള്ളതിൽ ഈ വിഷയത്തിനും വിഷയിക്കുമുള്ള സ്ഥാനം എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. കസ്താം പരാനന്ദരസാനുഭൂതിമുത്സൃജ്യ ശൂന്യേഷു രമേത വിദ്വാൻ. ഈ കാണുന്ന വസ്തുജാലങ്ങൾ മുഴുവനും ശൂന്യങ്ങളാണ്. ഇത് ആരുടെ പ്രതിഭാസമാണ്? ആരുടെ പ്രതിബിംബങ്ങളാണ്? കാണുന്നവൻ ആ വിഷയരൂപത്തിലുള്ള സത്താവിശേഷത്തിൻ്റെ വിസ്തൃത രൂപങ്ങളും പ്രതിച്ഛായകളുമാണ് ഈ കാണുന്നത് മുഴുവനും. ഒരു കണ്ണാടിയിൽ നോക്കി നിങ്ങൾ പ്രതിബിംബം കണ്ടു. ആ പ്രതിബിംബമാണോ അതിൽ മൂലപ്പൊരുൾ, അതോ അതിൽ പ്രതിബിംബിക്കുന്ന നിങ്ങളോ? ചോദ്യം മനസ്സിലായില്ലേ? കണ്ണാടി, അതിൽ ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുഖം എനിക്ക് കാണുന്നു. ആ കണ്ണാടിയിൽ കാണുന്ന മുഖമാണോ അവിടെ പ്രൈമറി അടിസ്ഥാനപരമായിട്ടുള്ള പൊരുൾ, അതോ അതിൽ പ്രതിബിംബിക്കുന്ന ഞാനോ? എന്താ വരുമുണ്ടാതെ? ഒന്ന് ഉറപ്പിച്ച് പറയണപ്പാ. ഞാനില്ലെങ്കിൽ പ്രതിബിംബമുണ്ടോ?
അപ്പോൾ ഈ ഉള്ളിലുള്ള ഞാൻ ഇല്ലെങ്കിൽ ഞാൻ കാണുന്ന വസ്തുക്കൾ ഇവിടെ ഉണ്ടാവുമോ? വാസ്തവത്തിൽ ഈ വസ്തുജാലങ്ങൾ മുഴുവൻ ഞാൻ തന്നെ കണ്ട് എന്നിൽ അണയ്ക്കുന്ന പതിപ്പുകളല്ലേ? ഈ പതിപ്പുകളിലെല്ലാം പ്രതിഭാസിക്കുന്നതും പ്രകാശിക്കുന്നതും വിഷയസ്ഥാനത്ത് നിൽക്കുന്ന ഞാൻ തന്നെയല്ലേ? അപ്പോൾ ഇവിടെ വാസ്തവത്തിലുള്ള ആനന്ദം എവിടെ? പുറമേയുള്ള വസ്തുജാലങ്ങളിലോ ആ വസ്തുജാലങ്ങളെ പ്രതിഭാസിപ്പിക്കുന്ന ഉൾസത്തയിലോ? ഭഗവാനിലാണോ എല്ലാം, അതോ ഭഗവാൻ രചിച്ച ലോകത്തിലാണോ എല്ലാം? ഈ ലോകത്തിന് ഇത്ര അഴകുണ്ടെങ്കിൽ ആ ലോകത്തെ രചിച്ച ഭഗവാൻ രചയിതാവിനിൽ എത്ര അഴകുണ്ടാവണം? ഒരു പൂന്തോട്ടമോ ഒരു പൂവോ കണ്ടിട്ട് സുന്ദരമായ ഒരു കാഴ്ച എന്ന് കണ്ണും മനസ്സും കൂടി പറയണു. അപ്പോൾ ആ കാഴ്ച ഉണ്ടാക്കി അതിനെ സുന്ദരമാക്കി തീർക്കുന്ന നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധിയുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ സുന്ദരം ആ കാണപ്പെടുന്ന പുഷ്പമോ അതിനെ സുന്ദരമാക്കി കാണിച്ചു തരുന്ന ബുദ്ധിയോ? എന്താ മിണ്ടാതെ? അതാണ് വസിഷ്ഠൻ പറയുന്നത്. സുന്ദര്യാ നിജയാ ബുദ്ധ്യ പ്രജ്ഞയൈവ വയസ്യയ പദമാസാദ്യതേ രാമ നാമക്രിയയാന്യയാ. പരമപദം അടയണമെന്നുണ്ടെങ്കിൽ എന്തു വേണം? സുന്ദര്യാ നിജയാ ബുദ്ധ്യ. അതിസുന്ദരിയായിരിക്കുന്ന ബുദ്ധിയുടെ സഹായമാണ് വേണ്ടത്. ഞാനിവിടെ പറയുന്നത് മുഴുവൻ ബുദ്ധിയിൽ നിന്നാണ്. നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നത് മുഴുവൻ ബുദ്ധിയിലൂടെയാണ്. ഇതൊരു ബുദ്ധിവ്യായാമമാണിത്. സുന്ദര്യാ നിജയാ ബുദ്ധ്യ പ്രജ്ഞയൈവ വയസ്യയ. ബുദ്ധി ഉണ്ടായാൽ പോരാ. ധാരാളം വക്കീൽമാരുണ്ട്. ഏത് കേസിനും രണ്ട് ഭാഗം ഉണ്ടാവും. ഒരു വക്കീൽ പറയണത് സത്യം, ഇനിയൊരു വക്കീൽ പറയണതോ. ഡൽഹിയിൽ ഈ തീൻമൂർത്തി ഭവനിൽ കുറേ കൊല്ലങ്ങളായി ഞാനൊരു മെമ്മോറിയൽ ടോക്ക് കൊടുക്കണം. അപ്പോൾ സുപ്രീം കോർട്ടിൽ നിന്നുള്ള ജഡ്ജിമാർ 3-4 ആളെങ്കിലും അവിടെ ഉണ്ടാവും. അവരാണത് പ്രിസൈഡ് ചെയ്യണതൊക്കെ. അവസാനം 4 വാക്ക് പറയുമ്പോൾ ഇതിന് മുമ്പിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആൾ പറയുക, ഞങ്ങൾ ജഡ്ജിമാരാണ്, പ്രതിദിനം 5 മണിക്കൂറെങ്കിലും ഞങ്ങൾക്ക് കേൾക്കണം. ഞങ്ങളുടെ കേൾക്കുന്നതിൽ എപ്പോഴും പകുതി കൊള്ളരുതാത്തതാണ്. പകുതിയെ സത്തുണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ വന്നിരുന്ന് ഇതേവരെ ഒരു സംസാരം കേട്ടു. ഇത് മുഴുവനും സത്യമായിട്ടുള്ളൊരിതാണ്. വളരെ അപൂർവമായിട്ട് ഇത് നടക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജഡ്ജി വരെ പറയണത് 2 വക്കീൽമാരുണ്ട്. ഒരു വക്കീൽ ആരാ? മുത്തം നുണ പറയുന്ന ആൾ. പിന്നെ ഒരു വക്കീലോ മുഴുസത്യം പറയുന്ന ആൾ. അപ്പോൾ ബുദ്ധിയായാൽ പോരാ, ആ ബുദ്ധി നല്ല ബുദ്ധിയാവണം. പ്രജ്ഞയൈവ വയസ്യയ. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ വിശേഷം, ആ വിവേകത്തോടു കൂടിയ പ്രജ്ഞ. അത് രണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് രാമ പദമാസാദ്യതേ രാമ. ഉത്തമ പദം ഉള്ളിലാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. അത് കൈക്കലാക്കാൻ ഈ ബുദ്ധി തന്നെ വേണം. നാമക്രിയയാന്യയ. വെറുതെ കുറേ നാമം ജപിച്ചത് കൊണ്ടോ അനുഷ്ഠാനങ്ങൾ ചിലത് ക്രിയാത്മകമായി അഗ്നിക്രിയകൾ ചെയ്തുകൊണ്ടോ ആവില്ല എന്ന്. അതാണ് ഇവിടെ പറയാനുള്ളത്. കസ്താം പരാനന്ദരസാനുഭൂതിം. കണ്ണടച്ച് മനസ്സൊക്കെ ശാന്തമായി ബുദ്ധിയും നിശ്ചലമായി. ആ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞുവല്ലോ ഭഗവത്ഗീതയിൽ. ആ വിശേഷപ്പെട്ട നില. പ്രജഹാതി യദാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യേവ ആത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യതേ. ആഗ്രഹങ്ങളെല്ലാം വിട പറയിച്ച് നമ്മുടെ ഉള്ളാൽ തന്നെ സന്തുഷ്ടനായിരിക്കുന്ന ആ വിശേഷപ്പെട്ട സ്ഥിതിയുണ്ടല്ലോ, അതാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളിൽ അനുഭവിക്കേണ്ടതാണ് പരമാനന്ദം. അത് ഉൾസത്തയിൽ നിന്ന് വരുന്നതാണ്. ആ പരമാനന്ദത്തെ വിട്ട് ഉത്സൃജ്യ ശൂന്യേഷു രമേത വിദ്വാൻ. ആരാണ് ഈ ശൂന്യ വസ്തുക്കളിൽ രമിക്കുക? എന്നിട്ട് ചോദിക്കുകയാണ്, ചന്ദ്രേ മഹാഹ്ലാദിനി ദീപ്യമാനേ. അത്യാഹ്ലാദം ജനിപ്പിക്കുന്ന പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ ഇങ്ങനെ ഉദിച്ച് ഭംഗിയായി നിൽക്കുമ്പോൾ അത് വിട്ടിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ചന്ദ്രനെ ആരെങ്കിലും നോക്കുമോയെന്ന് കേട്ടോ നിങ്ങൾ? ഈ ലോകം മുഴുവനും നിങ്ങളുടെ മക്കളും കുട്ടികളും അടക്കം പെയിൻറ്റ് ചെയ്ത ചന്ദ്രനാണെന്ന് മനസ്സിലാക്കണം. പെയിൻറ്റ് ചെയ്ത ചന്ദ്രനാണ്. നമ്മുടെ വീട്, നമ്മുടെ കുടി, നമ്മുടെ കാറ്, നാം ധരിച്ചിട്ടുള്ള പണ്ടം, ഉടുത്തിട്ടുള്ള വസ്ത്രം
ഇവിടെ എന്തെല്ലാം രമണീയമായി ആകർഷണീയമാണുണ്ടോ അതല്ലാത്തതുമുണ്ടോ എല്ലാം തന്നെ പെയിൻറ് ചെയ്ത സാധനങ്ങളാണ്. എന്തിൻ്റെ പെയിൻറ്റാ? ആകാശത്തിൽ സ്വന്തമായി ഉദിക്കുന്ന ആ ചന്ദ്രനെ ചിത്രീകരിച്ചിരിക്കുകയാണ് പെയിൻറ്റിൽ. അപ്പോൾ ശരിയായിട്ട് ഈ ചിത്രീകരണം ആരുടെയാ? നമ്മുടെ ഉള്ളിലുള്ള ഞാൻ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നുവോ ആ സത്താവിശേഷമാണ് എല്ലാറ്റിനേക്കാളും സുന്ദരമായിരിക്കുന്നത്. അതിനെ വിട്ട് ഈ ശൂന്യ വസ്തുക്കളിൽ ആരെങ്കിലും രമിക്കുമോ? ചന്ദ്രേ മഹാഹ്ലാദിനി ദീപ്യമാനേ ചിത്രേന്ദുമാലോകയിതും കൈച്ഛേത്. പെയിൻറ് ചെയ്ത ചന്ദ്രനെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയാണ് ഒരു ചിത്രകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ ചന്ദ്രനെ. അപ്പം നിങ്ങൾ ആ ചന്ദ്രനെ നേരിട്ട് നോക്കണോ അതോ ഇത് നോക്കണോ? നിങ്ങൾ തന്നെ പറയും, ഏതിനെയാണ് നോക്കേണ്ടത്? അപ്പം ഈ ഭൂമിയിലിരിക്കുമ്പോൾ എന്തിനോടെങ്കിലും ആകർഷണം തോന്നിയാൽ അത് ഈ ചിത്രാകർഷണമാണ്, ഒറിജിനൽ ആ മൂലവസ്തുവിൻ്റെ അല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുക. പ്രകാശം എന്നൊരു വാക്കുണ്ട്. ആ വാക്കിനെ നിങ്ങൾ നല്ല പോലെ ഒന്ന് മനസ്സിലാക്കണം. പ്രകാശിപ്പിക്കുന്നത് പ്രകാശം. അത് കണ്ണിൻ്റെ മുൻപിൽ വെളിച്ചമാണ്. ചെവിയുടെ മുൻപിൽ ശബ്ദം പ്രകാശിപ്പിക്കാൻ എന്താ? അവിടെ വെളിച്ചം പറ്റില്ലല്ലോ. പറ്റുമോ? വാസന പ്രകാശിപ്പിക്കണമെങ്കിൽ മൂക്ക് വേണം. രുചി പ്രകാശിപ്പിക്കണമെങ്കിൽ നാവ് വേണം. മിനുസമൊക്കെ പ്രകാശിപ്പിക്കണമെങ്കിൽ ത്വക്ക് വേണം. അപ്പം പ്രകാശം എന്ന് പറഞ്ഞാൽ ഓരോരോ കാര്യത്തിലും ആ പ്രകാശിപ്പിക്കുക, അതൊരിക്കലും വെളിച്ചമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പം ശരിയായിട്ടുള്ള പ്രകാശം എന്താ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഊവപ്പ, നമുക്ക് കണ്ണുകൊണ്ട് നോക്കി രൂപങ്ങളെല്ലാം കാണണം, ചെവി കൊണ്ട് കേട്ട് ശബ്ദങ്ങളെല്ലാം തിരിച്ചറിയണം, മൂക്ക് കൊണ്ട് വാസനിച്ച് മണങ്ങളെല്ലാം അറിയണം, രുചിച്ചറിയണം, തൊട്ടുമറിയണം. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്നതായ ഒരു പ്രകാശമുണ്ട്. അതാണ് ഉൾപ്രകാശം. അപ്പോൾ ഇവിടെ വെളിച്ചമാണോ പരമപ്രകാശം, അതോ 5 ഇന്ദ്രിയങ്ങളെയും ഒരുപോലെ പ്രകാശിപ്പിച്ച് ഉജ്ജ്വലമാക്കി തീർക്കുന്ന സത്താവിശേഷമോ? മനസ്സിലായോ? ആ സത്താവിശേഷത്തിനെ എങ്ങനെ മനസ്സിലാക്കും? അത് കണ്ണുകൊണ്ട് കാണാനോ ചെവി കൊണ്ട് കേട്ടറിയാനോ പറ്റില്ല. അപ്പം അതിനെ മനസ്സിലാക്കണമെങ്കിൽ അതിനിങ്ങനെയുള്ള ചർച്ചയെ പറ്റുള്ളൂ. അർജുനൻ്റെ മനസ്സിലാണ് കഠിന ദുഃഖമുണ്ടായിരുന്നത് കുരുക്ഷേത്രത്തിൽ വന്നപ്പോൾ. ആ ദുഃഖം നീങ്ങാൻ വേണ്ടി ഇഹലോകത്തിലുള്ള ഒരൊറ്റ കാര്യം എന്നോട് പറയരുതെന്ന് പറയുക അർജുനൻ. യുദ്ധം ചെയ്യൂ, ജയിച്ചാൽ രാജ്യം കിട്ടും, മരിച്ചാൽ സ്വർഗം കിട്ടും എന്നിങ്ങനെ പറയരുത് കൃഷ്ണ, പറയരുത് കൃഷ്ണ. ഇഹലോകത്തിലും പരലോകത്തിലുമുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാതെ പ്രലോഭിപ്പിക്കാതെ, ഇത് രണ്ടുമല്ലാതെ അങ്ങയ്ക്ക് എൻ്റെ ഉള്ളിലുള്ള ദുഃഖം കവർന്നെടുക്കാൻ വല്ലതും കയ്യിലുണ്ടെങ്കിൽ മാത്രം വായ തുറന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞപ്പോൾ എന്തു ചെയ്തു? ഒന്നും കൃഷ്ണൻ ഇഹലോകത്തിലും പരലോകത്തിലുമുള്ളത് ചൂണ്ടിക്കാണിച്ചില്ല. നേരെ മറിച്ച് ഉള്ളിലുള്ള ഉൾപ്പൊരുളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസാരം തുടങ്ങിയത്. അശോച്യാൻ അന്വശോചസ്ത്വം നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപാഹ നചൈവന ഭവിഷ്യാമഹ സർവേ വയമതഃ പരം. അർജുന, ഞാൻ ഒരു കാലത്തും ഇല്ലാതെ ഇരുന്നിട്ടില്ല, നീയുമില്ലാതെ ഇരുന്നിട്ടില്ല, ഈ ഭീഷ്മനും ദ്രോണരും ബാക്കിയുള്ളവരും ഇല്ലാതെയിരുന്ന കാലമില്ല, ഇല്ലാതെ ആകാൻ പോകുന്ന കാലമില്ല. ഇപ്പോൾ ഉള്ളതുപോലെ ഉണ്ടായിരുന്നവരും ഉണ്ടാകുന്നവരുമാണ് നമ്മൾ എന്നുള്ള സത്യം പറഞ്ഞുകൊണ്ടാണ് പുറപ്പെട്ടത്. അതെങ്ങനെയാണ് വെളിപ്പെടുത്തിയത്? വാക്കിലൂടെ. എന്തിൻ്റെ ബലത്താൽ? ബുദ്ധിബലത്താൽ. അത് കൃഷ്ണൻ അർജുനൻ ചെവിയിലൂടെ കേട്ട് ബുദ്ധിയിലൂടെ ഗ്രഹിച്ചു. നമ്മുടെ ആ എല്ലാറ്റിനും വിശേഷപ്പെട്ട പ്രകാശമുണ്ടല്ലോ, ആ പ്രകാശത്തിനെ വെളിപ്പെടുത്താൻ ഈ വിളക്കുകളൊന്നുമല്ല, സൂര്യചന്ദ്ര പ്രകാശങ്ങളോ മിന്നാമിനുങ്ങിൻ്റെയോ അഗ്നിയോ ഒന്നുമല്ല. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവമിദം വിഭാതി. ഒരു പരമപ്രകാശമുണ്ടപ്പാ,
അത് പ്രകാശിക്കുമ്പോഴാണ് സൂര്യനും ചന്ദ്രനും മിന്നാമിനുങ്ങും അഗ്നിയും എല്ലാം അതാത് പ്രകാശത്തോടു കൂടി അങ്ങനെ വെളിപ്പെടുന്നത് എന്ന്. ആ പരമപ്രകാശത്തിനെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നതാണ് ഒരു ചോദ്യം. അത് ചോദ്യോത്തരത്തു കൂടി തത്വവിചാരത്തു കൂടി മാത്രമേ അവിടേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. കിം ജ്യോതി സ്തോത്രം എന്നൊരു സ്തോത്രമുണ്ട്. ആരെങ്കിലും കേട്ടിട്ടുണ്ടാവോ? ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഇവിടെ. കിം ജ്യോതി സ്തോത്രം ഒരൊറ്റ ശ്ലോകത്തിൽ ഈ പരമപ്രകാശത്തെ വെളിപ്പെടുത്തുന്നു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു ചോദ്യോത്തരമാണത്. ശ്രദ്ധിച്ചോളൂ. കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്രൗ പ്രദീപാദികം സ്യാദേവം രവിദീപദർശനവിധൗ കിം ജ്യോതിരാഖ്യാഹി മേ ചക്ഷുസ്തസ്യ നിമീലനാദിസമയേ കിം ധീർധിയോ ദർശനേ കിം തത്രാഹമതോ ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ. ഒറ്റ ശ്ലോകം, ഒക്കെ ചോദ്യോത്തരങ്ങളാണ്. ഈ പുറമേയുള്ള ദൃശ്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെയും ബുദ്ധിയെയും എടുത്ത്, മനസ്സിനെ താണ്ടി ബുദ്ധിയെയും താണ്ടി അന്തരാത്മാ എന്ന് പറയുന്ന ഉൾസത്തയിലേക്ക് കൊണ്ട് കെട്ടി ആര്? ഗുരു ശിഷ്യൻ്റെ ഉള്ളിൽ. എങ്ങനെയാ തുടങ്ങിയത്? കിം ജ്യോതിസ്തവ, നിനക്ക് പ്രകാശം നൽകുന്നത് എന്താണ്? ഒന്ന് പറഞ്ഞു തരാമോ ചോദിച്ചു ശിഷ്യനോട്. കിം ജ്യോതിസ്തവ. ഉടനെ ശിഷ്യൻ മറുപടി പറയുന്നു, ഭാനുമാനഹനിമേ, പകൽ സമയത്ത് വെളിച്ചം തരുന്നത് സൂര്യനാണെന്ന്. ശിഷ്യൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞില്ല. പകൽ സമയത്ത് വെളിച്ചം തരുന്നത് സൂര്യനാണ്. അഹനിമേ രാത്രവും, രാത്രിയിലോ? പിന്നത്തെ ചോദ്യം. പ്രദീപാധികം, വിളക്ക് മുതലായത് എന്ന് മറുപടി. എൻ്റെ കൂടെ ഇല്ലേ? പകല് സൂര്യൻ, രാത്രിയോ വിളക്ക് മുതലായിട്ടുള്ളത്. സ്യാദേവം, സമ്മതിച്ചു. രവിദീപദർശന വിധൗ, സൂര്യനെ കാണിച്ചു തരുന്നതും വിളക്കിൻ്റെ പ്രകാശം കാണിച്ചു തരുന്നതും ആരാണ് എന്ന് ചോദിച്ചു. അത് നിങ്ങളാരും ചോദിക്കാറില്ലാവോ? സൂര്യപ്രകാശത്തിന് കാണിച്ചു തരുന്ന പ്രകാശം എന്താണോ? വിളക്ക് കത്തുമ്പോൾ ഇതാ വിളക്ക് കത്തിജ്വലിക്കുന്നു എന്ന് പറഞ്ഞു തരുന്നതും ആരാ? കണ്ണടച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ കാണുമോ? വിളക്ക് കത്തിച്ച് വെച്ചാൽ കാണുമോ നിങ്ങൾക്ക്? അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചത് കാണിച്ചു തരണമെങ്കിൽ അതിനും വേണമല്ലോ ഒരു പ്രകാശം. വെളിപ്പെടുത്തുന്നത് പ്രകാശം, കാണിച്ചു തരുന്നത് പ്രകാശം. അപ്പോൾ സൂര്യനെയും സൂര്യൻ്റെ പ്രകാശത്തെയും പകൽവേളയിൽ, ആ വെളിച്ചത്തിൽ പകൽ വസ്തുക്കളെയും, അതേമാതിരി രാത്രി ഇരുട്ട് വരുമ്പോൾ ആ ഇരുട്ടിനെ തള്ളിമാറ്റിക്കൊണ്ട് വസ്തുക്കളെ വെളിപ്പെടുത്തുന്ന വിളക്ക് മുതലായിട്ടുള്ളതും, ഇത് രണ്ടും കാണിച്ചു തരാൻ നിന്നെ സഹായിക്കുന്നത് എന്താ? കിം ജ്യോതിരാഖ്യാഹിമേ, നിനക്ക് ജ്യോതിസായി പ്രവർത്തിക്കുന്നത് എന്താന്ന് പറയൂ. അപ്പം ശിഷ്യൻ പറയാ ചക്ഷുഹു, കണ്ണാണെന്ന്. മനസ്സിലായോ നിങ്ങൾക്കിപ്പോൾ? ചക്ഷുഹു, സമ്മതിച്ചു. തസ്യ നിമീലനാദി സമയേ, കണ്ണടച്ചാലോ? കണ്ണടച്ചു കഴിഞ്ഞാൽ ലോകമൊന്നും നിങ്ങൾ കാണുന്നില്ല. അതോടുകൂടി നിങ്ങളും അസ്തമിക്കുന്നുണ്ടോ? എന്താ മിണ്ടാതെ? കണ്ണടച്ചു, ഞാനൊന്നും കാണുന്നില്ല. ഞാനൊന്നും കാണില്ല എന്നുള്ളതും നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ബോധമാണ്. ഇപ്പോൾ ഒന്നും കാണാനില്ല എന്ന് പറയാൻ ആ പറയിപ്പിക്കുന്നത് എന്താ? ഞാൻ കണ്ണടച്ചു, ഒരു പ്രകാശവും കാണുന്നില്ല. അങ്ങനെ ഇല്ല എന്ന് പറയാനും വേണമല്ലോ. നിമീലനാദി സമയേ കിം ധീഹി, അതാണ് ബുദ്ധി, ബോധനാത്മകമായ ബുദ്ധി. ധിയോ ദർശനേ, ഇങ്ങനെ ഒരു ബുദ്ധി എനിക്കുണ്ട്. ആ ബുദ്ധി കൊണ്ട് കണ്ണടയ്ക്കുമ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് പറയാനും പറയിപ്പിക്കാനുമായിട്ടുള്ളൊരു പ്രകാശം എന്താ? കിം തത്രാഹം, ആ ബുദ്ധിയെ വെളിപ്പെടുത്തി തരുന്ന പ്രകാശം എന്താന്ന് ചോദിച്ചപ്പോൾ കിം തത്ര അഹം, ഞാൻ 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 എൻ്റെ ബുദ്ധി, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ബുദ്ധി കുറവാണ്, എന്നേക്കാൾ ബുദ്ധി കൂടുതലാണ് മക്കൾക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ടൊരു ഘടകമുണ്ട് അവിടെ.
അതാണ് ഈ ബുദ്ധിയെപ്പോലും മനസ്സിനെപ്പോലും, ബുദ്ധിയിലും മനസ്സിലും വരുന്ന വിചാരധാരകളും വികാരങ്ങളും ഭാവങ്ങളും പുറമേ കാണുന്ന വസ്തുക്കളും എല്ലാം തന്നെ വെളിപ്പെടുത്തി തരുന്നത് ഈ ഒരൊറ്റ കാര്യമാണെന്ന്. കിം തത്രാഹമതോ ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ. അപ്പോൾ പകലും സൂര്യനും രാത്രിയും വിളക്കും ബുദ്ധിയും ഇതെല്ലാം വെളിപ്പെടുത്തി തരുന്ന ആ പരമപ്രകാശമല്ലേ നീ പറയുന്ന ഞാൻ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന് സമ്മതിക്കുന്നു ശിഷ്യൻ. എൻ്റെ മുമ്പിലുള്ള സദസ്സിലൊന്ന് പറയൂ, പരമപ്രകാശം എന്താ? പരമപ്രകാശം കിം തത്രാഹം അതോ ഭവാൻ പരമകം ജ്യോതിസ്തദസ്മി പ്രഭോ. പരമമായ പ്രകാശം ഞാനാണ്. എൻ്റെ കൂട്ടരെ നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. നമ്മുടെ വെറും 2 കണ്ണുകൾ കൊണ്ട് കാണുന്നതാണ് ഈ പ്രപഞ്ച വസ്തുക്കൾ മുഴുവനും. 2 കണ്ണ് ഉണ്ടാക്കുന്നതും രചിക്കുന്നതും നിറം പിടിപ്പിക്കുന്നതുമാണ് ഈ ലോകവസ്തുക്കൾ. നമ്മുടെ കണ്ണ് മാറിയാൽ ഈ ലോകത്തിൻ്റെ നിറം മാറും, ആകൃതി മാറും. 2 കണ്ണ്. ഈ 2 കണ്ണ് പുറമേയുള്ള ഒരു വസ്തുവും ഒരു ശക്തിയും ഉണ്ടാക്കിയതല്ല. ഗർഭകോശത്തിൽ അമ്മയുടെ രക്തം മാത്രം ഭക്ഷണമായി എടുത്ത് ആ ഉള്ളിലുള്ള ബീജം രൂപപ്പെടുത്തിയതാണ് ശരീരം ആകെ, അതിലുള്ള അവയവങ്ങൾ ഒട്ടാകെ. സ്വന്തമായി തൻ്റെ കൈവേലയാണത്. ആ കൈവേല ഉള്ളിലുള്ള ആ ബീജത്തിൽ നിന്ന് വന്നതാണ്. ആ ശരീരത്തിലൂടെയാണ് ലോകമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത്. അതിനെ തിരിച്ചറിഞ്ഞ് അതിന് വ്യത്യാസങ്ങളെല്ലാം മുദ്ര കുത്തുന്നത്. അങ്ങനെ ഇരുട്ടിനെയും വെളിച്ചത്തെയും ആ വെളിച്ചത്തിൽ പ്രകാശപ്പെടുന്ന പല വിധത്തിലുള്ള ഈ പ്രപഞ്ച വസ്തുക്കളെയും അതുപോലെ മനസ്സിനെയും മനസ്സിലുള്ള വികാരങ്ങൾ, വിചാരങ്ങൾ, ഭാവങ്ങൾ, ബുദ്ധിയിലുള്ള ആലോചനകൾ, തർക്കങ്ങൾ എല്ലാം സർവ്വതിനെയും വെളിപ്പെടുത്തുന്നത് ഈ ഞാനാണപ്പാ. ആ ഞാനാണ് പരമപ്രകാശം. പരമപ്രകാശം. ഇത്രയും പറഞ്ഞ് അത് അവസാനിച്ചു. അവിടെ 1-2 ശ്ലോകവും കൂടി നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. സമയമില്ലല്ലോ, അവസാനത്തെ ദിവസമല്ലേ. ഇനി 5-ാമത്തെ അധ്യായത്തേക്ക് പോവുക. നതേ സംഗോസ്തി കേനാപി കിം ശുദ്ധ ത്യക്തുമിച്ഛസി സംഘാതവിലയം കുർവൻ ഏവമേവ ലയം വ്രജ. ഈ ഞാൻ എന്ന് പറയുന്നതിൻ്റെ ആ പ്രഭാവം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തു വേണം? ഈ പരമപ്രകാശത്തെ വേണ്ടതുപോലെ അറിയുക, ഉണരുക. അതിനെ നല്ല പോലെ ഉണർന്നതിന് ശേഷം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വി ഷുഡ് റീറൈറ്റ് ദ വാല്യൂ ആൻഡ് ഡിനോമിനേഷൻ ഓഫ് ദി എൻറ്റയർ വേൾഡ് ആൻഡ് വാട്ട് എവർ ദ വേൾഡ് പ്രൊഡ്യൂസസ് ജനറേറ്റ്സ് ആൻഡ് പ്രിസർവ്സ്. ഇതിൻ്റെ പേരിൽ നമ്മളൊരു റീവാല്യുവേഷൻ നടത്തണം. അതാണ് ഇവിടെ പറയുന്നത്. നതേ സംഗോസ്തു കേനാപി കിം ശുദ്ധ ത്യക്തുമിച്ഛസി സംഘാതവിലയം കുർവൻ ഏകമേവ ലയം വ്രജ. ഇത് 5-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോക. എല്ലാവർക്കും ആ പുതിയ അച്ചടിച്ചത് കിട്ടിയില്ലേ? ഇതാ ആദ്യത്തെ ശ്ലോകം. നതേ സംഗോസ്തി കേനാപി സംഗോസ്തി കേനാപി കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി സംഘാതവിലയം കുർവൻ ഏവമേവ ലയം വ്രജ. ഈ അറിവ് കയ്യിൽ കിട്ടിയാൽ പിന്നെ നമ്മൾ എന്താണ് വേണ്ടത്? ആ അറിവിൻ്റെ വെളിച്ചത്തിൽ അത് പ്രായോഗികമാക്കി തീർക്കണം. അതിനാണ് ഈ സാധന എന്ന് പറയുക. ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സംതിങ് ഈസ് വൺ ഫാക്ടർ. ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ്, അസിമുലേറ്റ് ദ ഹോൾ അഫെയർ ആൻഡ് ദെൻ pursue it in your experience, in your action, in your activity and interaction is something altogether different. ഇപ്പം ഇത്രയും പറഞ്ഞു കേട്ടതിന് ശേഷം എന്തു വേണം?
ഇനി ജനക ഇത് മനസ്സിലാക്കിയ കാര്യം ഉപയോഗിച്ച് സംഘാതവിലയം കുർവൻ. നമ്മളുടെ വ്യക്തിത്വം ഒരു സംഘാതമാണ്. ഇറ്റ് ഈസ് ആൻ അഗ്രിഗേറ്റ് പേഴ്സണാലിറ്റി, എ കോമ്പോസിറ്റ് പേഴ്സണാലിറ്റി. അതിൽ ഈ ശരീരം എന്ന് പറയുന്നത് ദ്രവ്യവും ഊർജവും കൂടിയിട്ടുള്ള ഒരു സംഘാതമാണ്. അതിൽ പെട്ടതാണ് കണ്ണ്, മൂക്ക്, കയ്യ്, കാല്, സർവ്വതും. എവിടെ നോക്കിയാലും അവിടെ മാറ്ററും എനർജിയും ഉണ്ടാവുള്ളൂ. ഇത് രണ്ടുമല്ലാത്ത ഒരു ഉൾവ്യക്തിത്വമുണ്ട്. അതാണ് മനസ്സ്, അതാണ് ബുദ്ധി, അതാണ് അഹങ്കാരം. എല്ലാറ്റിനും ഉപരിയായി അന്തരാത്മ എന്ന് പറയാവുന്ന ആ ആത്മതലം ഒന്ന് വേറെ. ഈ വ്യക്തിത്വത്തെ നിങ്ങൾ സംലയിപ്പിച്ചെടുക്കണം. ഭേദബുദ്ധിയെല്ലാം മനസ്സിൽ നിന്ന് പോകണം. ഈ മാറ്ററും എനർജിയും എല്ലാം തന്നെ ഒരേ ഒരു സൂപ്പർ മെറ്റീരിയൽ, സൂപ്പർ എനർജിയൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞുകൂടാ, പ്രസൻസിൻ്റെ പ്രകടനമാണ് ഇത് മുഴുവനും എന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണ ഇപ്പോൾ സയൻറ്റിഫിക് വേൾഡിൽ എന്താ പറയണത്? സ്വർണമായാലും വെള്ളിയായാലും മരമായാലും ഇലയായാലും വെള്ളമായാലും എല്ലാം തന്നെ നമ്മൾ അകത്തേക്ക് പരിശോധിച്ച് തന്നാൽ അത് മോളിക്യൂളും ആറ്റംസും ഒക്കെയാണ്. കുറേ കഴിഞ്ഞാൽ പിന്നെ ക്വാർക്കായി, അതും കഴിഞ്ഞാൽ പാർട്ടിക്കിളായി, വേവായി, അതും കഴിഞ്ഞാൽ പാർട്ടിക്കിളും ഇല്ല, വേവും ഇല്ല, വേറെ എന്തോ ഒന്നായി പരിണമിക്കണു. അത് പരിണമിക്കുകയല്ല, അങ്ങനെ ആയിത്തീരണു. അതുപോലെ ഈ കാണുന്നത് മുഴുവനും അവസാനം ഒരു ഘടകമായി തീരും. ഒറ്റ പ്രിവലൻസ്, ഒരു എക്സിസ്റ്റൻസ്, ഒരു എക്സ്പ്രഷൻ, ഒരൊറ്റ സാധനമായി തീരും. അത് എവിടെയാണ് നടക്കുന്നത്? നമ്മുടെ മനസ്സിൽ, നമ്മുടെ ബുദ്ധിയിൽ. ഞാൻ പറയുന്നത് കേട്ടോളൂ. നദേ സങ്കോസ്തികേനാഭി. എൻ്റെ ജനക, നിനക്ക് ഒരു സാധനത്തോടു കൂടിയും ഒട്ടലില്ല. നിങ്ങളൊക്കെ ഇവിടെ പറയണത് ഞങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരാ ഒട്ടലുണ്ടെന്ന്. ആരോടാ ഒട്ടണത്? എന്താ ഒട്ടണത്? നിങ്ങൾ ഇടുന്ന വസ്ത്രത്തോടു കൂടി ദേഹം ഒട്ടുന്നുണ്ടോ? എന്താ മിണ്ടാതെ? ഒട്ടുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കുന്ന കാറ്റ് നിങ്ങളിൽ ഒട്ടി നിൽക്കുന്നുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒട്ടുന്നുണ്ടോ? നിങ്ങൾ ചവിട്ടി നടക്കുന്ന ഭൂമി നിങ്ങളിൽ ഒട്ടുന്നുണ്ടോ? അപ്പം നിങ്ങളിൽ ഒട്ടാൻ എന്താ ഉള്ളത് ഒന്ന് പറയും. എവിടെയാണ് ഈ ഒട്ടൽ? ആരാ ഒട്ടണത്? എന്താ ഒട്ടണത്? എന്തിനെയാണ് ഈ ഒട്ടുന്നത്? മനസ്സിൽ എത്രയോ ചിന്തകളും വികാരങ്ങളും ഭാവങ്ങളും പൊട്ടിമുളച്ച് വരുന്നതൊക്കെ അവിടെ തന്നെ വിലയം പ്രാപിക്കണു. ഒരൊറ്റ ചിന്ത പുറത്തു വരണില്ല. നിങ്ങൾ പറയണു ഞാൻ ചിന്തിക്കണു എന്ന്. നിങ്ങൾ ചിന്തിക്കുന്നത് ഒരു വാസ്തവമാണെങ്കിൽ ആ ചിന്തയെ എനിക്കെടുത്ത് കാട്ടിത്തരാൻ പറ്റുമോ? മനസ്സിൽ ചിന്തയുണ്ടോ? ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കാണിച്ചു തരുമോപ്പാ? എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എവിടെയാ ചിന്ത? ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഫോളോയിങ് മീ, മൈ ഡിയർ സോൾസ്? If you say that there is a thought, that thought must be available there. Why don't you extract it and show it to me? Then you say, I cannot extract it. Then how do you say there is a thought? And by the time you make a reference, Mr. Thought has disappeared. അപ്പോൾ തോട്ട് എന്ന് പറഞ്ഞ് ഒന്നും ഉണ്ടാവുന്നുണ്ടോ അവിടെ? എത്രയോ ചിന്തകളുണ്ട്. ആ ചിന്തകളെ മുഴുവൻ ഉള്ളിൽ നിരത്തി വയ്ക്കാൻ സ്ഥലമുണ്ടോ? അവിടെ നിരത്തി വയ്ക്കുന്നുണ്ടോ? ഒരു ചിന്ത വന്നു, അസ്തമിച്ചു, തിരോധാനം ചെയ്തു, എന്നിട്ട് വേറെ ഒന്ന് വന്നു. അങ്ങനെ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. അങ്ങനെയുള്ള സമയത്ത് എന്ത് പറയാനാ അവിടെ? അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒട്ടൽ എന്നുള്ളത് ഒരു ഭാവമാണ്, സത്യത്തിലുള്ളതല്ല. കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി. നീ ശുദ്ധനാണപ്പാ. എന്തിനാ വിടാനായി പുറപ്പെടുന്നത്? പിടിച്ചാലല്ലേ വിടാൻ പറ്റുള്ളൂ. എവിടെയാണ് പിടിച്ചിരിക്കണത്? നിങ്ങളുടെ മക്കളോട് ഒട്ടലുണ്ടത്ര. ഒന്ന് കാണിച്ചു തരീൻ ആ മക്കളോട് എവിടെയാണ് ഈ ഒട്ടലെന്ന്. മനസ്സ് എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെക്കാൾ സൂക്ഷ്മമാണ്, ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ്. ആകാശം ഒന്നിലും ഒട്ടുന്നില്ല, കാറ്റും ഒട്ടുന്നില്ല, വെള്ളവും ഒട്ടുന്നില്ല. എന്നിട്ടാണോ ആകാശത്തേക്കാൾ സൂക്ഷ്മമായ ചേതനാത്മകമായ മനസ്സൊട്ടുന്നത്? The mind is such a subtle substance that it can never cling to anything. It can never lend itself to any kind of an attachment or an identification. It is impossible. ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയൂപ്പാ. അത് പറഞ്ഞാൽ പറയും ഞങ്ങൾ ഗൃഹസ്ഥരല്ലേ എന്ന്. ഗൃഹസ്ഥർക്കാണ് ഈ ജ്ഞാനം. 99.99% ലോകത്തിൽ എപ്പോഴും ഗൃഹസ്ഥന്മാരാ. ഞാനൊരു ഗൃഹസ്ഥനല്ലേ ആയിരുന്നു. ഗൃഹസ്ഥൻ എന്ന് പറഞ്ഞാൽ ഗൃഹജീവി, ഗൃഹാംഗം എന്നർത്ഥം. കല്യാണം കഴിഞ്ഞവരെന്ന് അർത്ഥമില്ല, ഗൃഹത്തിൽ ജീവിക്കുന്നവർ എന്നർത്ഥം. അവിടെയല്ലേ നമ്മുടെ ജന്മമുണ്ടായത്. നതേ സങ്കോസ്തികേനാഭി കിം ശുദ്ധസ്ത്യക്തുമിച്ഛസി
സംഘാത വിലയം കുർവൻ ഏവമേവ ലയം വ്രജ. ഈ കാണുന്നതിനെ മുഴുവനും വിചാരം ചെയ്ത് മനസ്സിലാക്കണം. ഇവിടെ വസ്തുക്കളില്ല. വസ്തുക്കളുടെ പ്രതിച്ഛായ അവനവൻ്റെ മനസ്സിലാണ്. മനസ്സിലുള്ള പ്രതിച്ഛായ മനസ്സോ മനസ്സല്ലാതെ ഒരു വസ്തുവോ? ഞാനൊരു ആനയെ കാണുന്ന സമയത്ത് ആന എൻ്റെ ഉള്ളിൽ കടന്നുകൂടുന്നുണ്ടോ? അതോ എൻ്റെ മനസ്സ് ആനയുടെ ഒരു രൂപമുണ്ടാക്കി ഒരു ഛായാരൂപത്തിൽ ഒരു പതിപ്പുണ്ടാക്കുന്നുവോ? പതിപ്പ്. ആ പതിപ്പിൽ ആനത്തമുണ്ടോ അതോ മനസ്തമുണ്ടോ? ഒന്ന് പറയുന്നപ്പാ, വിടില്ല. ഞാൻ ഒറ്റ ആളെ വിടില്ല. നിങ്ങളുടെ മനസ്സിലുള്ള മനഃപ്പതിപ്പുണ്ടല്ലോ, ആ മനഃപ്പതിപ്പിനെ ആന എന്ന് നിങ്ങൾ എങ്ങനെ പറയും? ആന അവിടെ നിൽക്കണു, കറുപ്പ് നിറാണ്. നിങ്ങളതിനെ കാണുമ്പോൾ മനസ്സ് കറക്കണുണ്ടോ? മനസ്സിന് കൊമ്പുണ്ടോ? മനസ്സിന് വാലുണ്ടോ? മനസ്സിന് കാലുണ്ടോ? പിന്നെ എവിടെയാ ആന? ആ ആന മുഴുവനും മനോമയമായ ഒരു പൊരുളല്ലേ? അല്ലേ? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അങ്ങനെയല്ലേ? നിങ്ങൾ ഭഗവാനെ കണ്ടാൽ ആ ഭഗവാനുമാരാ? നിങ്ങളുടെ മനോമയമാണ്. സംഘാത വിലയം കുറുവൻ. ഞാൻ കാണുന്ന പ്രപഞ്ച വസ്തുക്കൾ മുഴുവൻ എൻ്റെ മനസ്സ് തന്നെ രചിക്കുന്ന പ്രതിച്ഛായകളാണ്. ആ പ്രതിച്ഛായകളെല്ലാം മനോമയമാണ്, ചേതനാമയമാണ്. അങ്ങനെ ചേതനാമയമായ ചേതന ഒന്നേ ഉള്ളൂ, മറ്റൊന്നുമില്ല, രണ്ടാമതില്ല, മൂന്നാമതില്ല, നാലാമതില്ല. ഉള്ളതെല്ലാം ഒന്ന്. അതാണ് നമ്മുടെ തുഞ്ചത്തെഴുത്തച്ഛൻ പാടിയത്. യാതൊന്നു കാൺകിലതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കിലതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്കിലതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരി നാരായണായ നമഃ. ഒന്ന് ആലോചിക്കണപ്പാ. നിങ്ങൾ സ്തോത്രങ്ങൾ ചൊല്ലിയതിൻ്റെ പൊരുൾ ചിന്തിക്കില്ല. വായ കൊണ്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുക, മനസ്സുകൊണ്ട് ഇങ്ങോട്ട് പിടിക്കാൻ നോക്കും. ആ ശ്ലോകം തന്നെ, ആ സ്തുതി തന്നെ. ചിദേവ ദേഹസ്തു ചിദേവ ലോകാഃ ചിദേവ ഭൂതാനി ചിദിന്ദ്രിയാണി കർത്താചിദന്തഃകരണം ചിദേവ സത്യം പരമാർത്ഥരൂപം. ഈ ലോകത്തിലുള്ളത് മുഴുവൻ ചിത്ത് മാത്രമാണ്. ചിത്ത് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്, പ്രജ്ഞ. എല്ലാം നമ്മൾക്ക് ഉണർത്തി തരുന്നത് ഉണർവ്. ആ ഉണർവ് ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ദേഹമുണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് ദേഹമുണ്ടോ? ദേഹമുണ്ട് എന്നുള്ള ബോധമുണ്ടോ? എന്താമില്ലാതെ എനിക്കൊരു ശരീരമുണ്ട് എന്നുള്ളത് മനസ്സിലുള്ള ബോധമാണപ്പാ. അത് വിട്ടൊരു ശരീരമില്ല. നിങ്ങൾക്ക് ശരീരമില്ല, എനിക്കൊരു ശരീരമുണ്ട് എന്നുള്ള തോന്നലാണ് ഉള്ളത്. നിങ്ങൾക്ക് മക്കളില്ല, എനിക്ക് മക്കളുണ്ട് എന്നൊരു തോന്നലാണ്. നിങ്ങൾക്ക് പണമില്ല, പണമുണ്ട് എന്നുള്ള തോന്നലാണ്. ഈ തോന്നൽ ജനിക്കുന്നത് ശരീരമോ അതോ മനസ്സോ? അത് ചേതനാമയമാണ്. ചിദേവ ദേഹസ്തു ചിദേവ ലോകാഃ. ഈ കാണുന്ന ലോകങ്ങൾ മുഴുവനും ചിത്താണ്. ചിദേവ ഭൂതാനി, പഞ്ചഭൂതങ്ങൾ മുഴുവനും ചിത്താണ്. ചിദിന്ദ്രിയാണി, ഇന്ദ്രിയങ്ങൾ മുഴുവനും ചിത്ത് തന്നെ. കർത്താചിത്, ചെയ്യുന്നു ഞാൻ എന്നുള്ള ബോധം, കർത്തൃബോധം, അതും ചിത്താണ്. അന്തഃകരണം ചിദേവ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതെല്ലാം കൂടിയിട്ടുള്ള അന്തഃകരണം, ഉള്ളിലുള്ള ഉപകരണം ഉണ്ടല്ലോ, അതും ചിത്ത് തന്നെ. ചിദേവ സത്യം പരമാർത്ഥരൂപം. ആ ചിത്താണ് പരമാർത്ഥമായിട്ടുള്ള രൂപം. അതല്ലാതെ ഇവിടെ ഇല്ല. ഇവിടെ വസ്തുക്കളില്ല, വസ്തുബോധമാണ് ഉള്ളത്. ബോധം ഉദിക്കുന്നതോ ബോധമണ്ഡലത്തിലാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്. ദ്രവ്യത്തിനും ഊർജത്തിനും അതീതമായി ശരീരത്തിൻ്റെ ഉള്ളിലെന്ന് പറയാവുന്ന ഒരു ഉൾമേഖലയിലാണ് ഈ ബോധതലം കിടക്കുന്നത്. ആ ബോധതലത്തിലുള്ള ബോധോദയങ്ങളാണ്, ബോധഛായകളാണ്, പ്രതിച്ഛായകളാണ് കാണുന്നതെല്ലാം. സുവർണാജായമാനസ്യ സുവർണത്വം യഥാ ഭവേത് സുവർണത്വം ച ശാശ്വതം ബ്രഹ്മണോ ജായമാനസ്യ ബ്രഹ്മത്വം ച തഥാ ഭവേത്.
സ്വർണം കൊണ്ടുണ്ടാക്കിയ പണ്ടങ്ങൾ മുഴുവൻ സ്വർണമയമാണ്. അതേപോലെ ബ്രഹ്മത്തിൽ നിന്നുണ്ടായ ജഗത്തും ബ്രഹ്മമയമാണ്. അതിലെന്താ തർക്കം? അതിലെന്താ സംശയം? ഇതിനെ എങ്ങനെ പ്രായോഗികമാക്കും എന്ന് ചോദിച്ചാൽ വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യൻ പറയണു, ബ്രഹ്മപ്രത്യയ സന്തതിർജഗതോ ബ്രഹ്മൈവ തത്സർവതഃ പശ്യാധ്യാത്മദൃശ പ്രശാന്തമനസാ സർവാസ്വഭസ്ഥാസ്വപി രൂപാദന്യദവേക്ഷിതം കിമഭിദഃ ചക്ഷുഷ്മതാം ദൃശ്യതേ തദ്വദ് ബ്രഹ്മവിദഃ സദഃ കിമപരം ബുദ്ധേർവിഹാരാസ്പദം. എല്ലാവരും കേട്ടോളൂ. എങ്ങനെയാണിത് പ്രായോഗികമാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ബ്രഹ്മപ്രത്യയ സന്തതിർജഗതോ ബ്രഹ്മൈവ തത്സർവതഃ. സ്വർണം കൊണ്ടുണ്ടാക്കിയ പണ്ടങ്ങളെല്ലാം സ്വർണം തന്നെയായിരിക്കുന്നത് പോലെ ബ്രഹ്മം എന്ന് പറയുന്ന പ്രത്യയം, നമ്മുടെ മനസ്സിലുദിക്കുന്ന ബ്രഹ്മം എന്നൊരു തത്വം ഉണ്ടല്ലോ, ആ തത്വത്തിൽ നിന്ന് ഉണ്ടായതാണ് ഈ കാണുന്നത് മുഴുവനും. ഒരു മൂലപ്പൊരുളിൽ നിന്ന് ഉണ്ടായ പദാർത്ഥങ്ങളെല്ലാം ആ മൂലപ്പൊരുളായിരിക്കില്ലേ? ഇല്ലേ? മനുഷ്യനിൽ നിന്നുണ്ടായ കുട്ടി മനുഷ്യനോ മൃഗോ? നായ്ക്കിട്ടുള്ള ഉണ്ടായ കുട്ടി എന്താവും? പട്ടിക. അപ്പം മൂലപ്പൊരുളിൽ നിന്ന് ഉണ്ടായ പൊരുളെല്ലാം അതേ പൊരുൾ തന്നെയാണ്. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്ന പ്രത്യയത്തിൽ നിന്ന് സഞ്ജാതമായ പ്രപഞ്ചവസ്തുക്കൾ മുഴുവനും ബ്രഹ്മപ്രത്യയ സന്തതിർജഗതോ, ഈ ജഗത്ത് മുഴുവനും ബ്രഹ്മൈവ തത്സർവതഃ, എല്ലാ പ്രകാരത്തിലും അത് ബ്രഹ്മം മാത്രമാണ്. ഈ നിഗമനം ഇങ്ങനെ ആലോചിച്ചുറപ്പിക്കൽ നമ്മുടെ ഉള്ളിൽ ബുദ്ധിയിൽ നടക്കുന്നതാണ്. ഉയർന്ന് അസ്തമിക്കുന്ന സൂര്യനെ എത്ര കണ്ടാലും നമ്മൾ സൂര്യൻ ഉദിക്കുന്നില്ല, ഭൂമി തിരിയാണ്. ഭൂമിയുടെ തിരിച്ചൽ കൊണ്ടുണ്ടാവുന്ന സൂര്യഗമനമാണ്, അല്ലാതെ സൂര്യൻ ഗമിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് ഇരിക്കുന്നത് പോലെ ഈ തത്വം പശ്യാധ്യാത്മദൃശ, അധ്യാത്മദൃഷ്ടിയോടുകൂടി ഈ തത്വത്തെ എപ്പോഴും കാണൂ. എങ്ങനെ? പ്രശാന്ത മനസാ സർവാസ്വവസ്ഥാസ്വപി, പ്രശാന്തമായിരിക്കുന്ന മനസ്സോടുകൂടി എല്ലാ അവസ്ഥകളിലും ഒരേപോലെ ഈ തത്വം ബുദ്ധിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. ഇത് സാധിക്കുമോ എന്ന് ചോദിക്കാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം പറയുക. രൂപാദന്യദവേക്ഷിതം കിമഭിദഃ ചക്ഷുഷ്മതാം ദൃശ്യതേ. കണ്ണുള്ളവർ കണ്ണ് തുറന്നാൽ രൂപമല്ലാതെ എന്തെങ്കിലും കാണുമോ? എന്താ മിണ്ടാത്തെ? കണ്ണ് തുറന്നാൽ കാണുന്നത് രൂപമാണ്. അപ്പം കണ്ണ് തുറന്നാൽ രൂപം എങ്ങനെ കാണുമോ? അതേമാതിരി പ്രബുദ്ധമായിരിക്കുന്ന ബുദ്ധി എവിടെ നോക്കിയാലും എന്ത് കണ്ടാലും അതിന് മനസ്സിലാകും ഇത് മുഴുവനും ബ്രഹ്മമയമാണെന്ന്. അതാണ് ബുദ്ധിയുടെ ഉദയം. നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് അതാണ്. രൂപാദന്യദവേക്ഷിതം കിമഭിദഃ ചക്ഷുഷ്മതാം ദൃശ്യതേ. കണ്ണുള്ളവർക്ക് കണ്ണു തുറന്നാൽ രൂപമല്ലാതെ ഒന്നും കാണാത്തതുപോലെ തദ്വദ് ബ്രഹ്മവിദഃ, അതുപോലെ ബ്രഹ്മത്തെ അറിയുന്നവൻ സതഃ കിമപരം, ആ ബ്രഹ്മത്തിൽ നിന്ന് അന്യമായി വ്യത്യാസപ്പെട്ട എന്തെങ്കിലും ബുദ്ധേർവിഹാരാസ്പദം, ബുദ്ധിക്ക് വിഹാരത്തിനായി ലോകത്തിൽ ഉണ്ടാകുമോ എന്ന്. ബുദ്ധിക്ക് വിഹാരത്തിനായി ലോകത്തിൽ ഉണ്ടാകുമോ എന്ന്. ബുദ്ധേർവിഹാരാസ്പദം. ഈ അറിവ് 8 ദിവസമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇത്രയും ദിവസം നിങ്ങളിത് ശ്രദ്ധിച്ച് വേണ്ടതുപോലെ കേട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധിക്ക് നിശ്ചയമായും നിസ്സംശയം ബ്രഹ്മത്തിൽ നിന്ന് ജനിച്ച ജഗത്ത് എപ്പോഴും ബ്രഹ്മമയം 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 എന്നിങ്ങനെ ബുദ്ധിയിൽ തോന്നി തുടങ്ങും, ആലോചിച്ചു തുടങ്ങും, നിങ്ങൾ കണ്ടും തുടങ്ങും. അതിലൊരു കുഴപ്പവും വരില്ല. കണ്ണുള്ളവൻ രൂപമല്ലാതെ ഒന്നും കാണാത്തതുപോലെ ബുദ്ധിയുള്ളവർക്ക് ഈ സത്യമല്ലാതെ ഒന്നും തന്നെ തോന്നില്ല, പ്രകാശിക്കില്ല എന്ന്. എത്ര വിശേഷപ്പെട്ട കാര്യമാണ്. പാഷാണവൃക്ഷധനധാ തൃണധാന്യകടങ്കരാദ്യ ദഗ്ധാ ഭവന്തി മൃദേവ യഥാ തഥൈവ ദേഹേന്ദ്രിയാസു ഹൃദയാനി സമസ്തദൃശ്യം ജ്ഞാനാഗ്നിദഗ്ധമുപയാതി പരാത്മഭാവം.
പാഷാണ വൃക്ഷ തൃണധാന്യ കടങ്കരാദ്യ, മണ്ണ്, കല്ല്, വൃക്ഷം, അതുമാതിരി പുൽക്കൊടി, ധാന്യം, ഉമി, ഇതെല്ലാം തീയിലിട്ടങ്ങോട്ട് ദഹിപ്പിച്ചാൽ ഒരുപോലെ മണ്ണായി തീരുമത്. ആദ്യം വെണ്ണീറാവും, മണ്ണിലിട്ടാൽ മണ്ണാവും. അതുപോലെ ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന ഹൃദയാനി സമസ്തദൃശ്യം. ദേഹം, ഇന്ദ്രിയം, മനസ്സ്, പ്രാണൻ, ഇതെല്ലാം കൂടിയിട്ടുള്ള നമ്മുടെ വ്യക്തിത്വം, ആ വ്യക്തിത്വം നമുക്ക് കാട്ടിത്തരുന്ന ഈ ദൃശ്യപ്രപഞ്ചവും എല്ലാം തന്നെ ജ്ഞാനാഗ്നിദഗ്ധം. നമ്മളിവിടെ പ്രതിപാദിക്കുന്ന ഈ ജ്ഞാനം, ആ ജ്ഞാനം ഒരു അഗ്നി പോലെ ജ്വലിച്ചു നിങ്ങളിൽ എന്നുണ്ടെങ്കിൽ ആ അഗ്നിയിലിട്ട് അങ്ങോട്ട് ദഹിപ്പിക്കുമ്പോൾ ഉപയാതി പരാത്മഭാവം. പരാത്മഭാവമാണ് എല്ലാമായി തീരുക. അപ്പോൾ പിന്നെ അവിടെ ശരീരം വേറെ, ആത്മാ വേറെ, മനസ്സ് വേറെ, ബുദ്ധി വേറെ, അഹങ്കാരം വേറെ, പഞ്ചഭൂതങ്ങൾ വേറെ, ദൈവം വേറെ, ലോകം വേറെ, ഈ വേറെ 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 എന്നുള്ളൊരു വിചാരം ഒന്നുമില്ലാതെ എല്ലാ വസ്തുക്കളും ദഹിപ്പിച്ചാൽ വെണ്ണീർ മണ്ണുമായി രൂപാന്തരപ്പെടുന്നത് പോലെ ദേഹേന്ദ്രിയൻ എല്ലാം തന്നെ പരാത്മഭാവം ആയിത്തീരും. ദേഹേന്ദ്രിയാസു ഹൃദയാനി സമസ്തദൃശ്യം ജ്ഞാനാഗ്നിദഗ്ധം ഉപയാതി പരാത്മഭാവം. അതുകൊണ്ട് ജനക മഹാരാജാവേ, നമ്മുടെ സദസ്യരെ, നദേ സങ്കോസ്തി കേനാവി, നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നുമായും ഒട്ടൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ പരമശുദ്ധമാണ്. വായു, ജലം, ആകാശമുണ്ടല്ലോ, അതൊക്കെ ജഡം. അതിനെയൊക്കെ കവച്ചു വയ്ക്കുന്ന ആ ചേതനാമയമായ മനസ്സാണ് നിങ്ങൾക്ക്, അത് ശുദ്ധമാണ്. ആ ശുദ്ധി മനസ്സിലാക്കി ഒരൊട്ടലുമില്ല എന്ന് കണക്കാക്കി നിസ്സംഗനായി തീരൂ. അസംഗോഹം എന്നുള്ളത് ഉരുവിടൂ. എനിക്ക് സംഘമില്ല. ആകാശവല്ലേപവിദൂരഗോഹം, ആകാശത്തിനെ പോലെ നിർലിപ്തനാണ് ഞാൻ. എനിക്ക് ലേപം ഒരിക്കലും വരില്ല. നിങ്ങൾ വന്നു എന്ന് പറഞ്ഞ് കരയരുത് കേട്ടോ. അയ്യോ, എന്തയ്യോ, ഈ ലോകത്തിൽ എന്താ പുതിയത് നടക്കാൻ പോണേ? നടന്നതിലേറെ എന്താണല്ലോ ഇവിടെ. എന്നോ ഉള്ളതാണ് പഞ്ചഭൂതങ്ങൾ, അതുതന്നെയാണ് ഇപ്പോഴും. എവിടെയാണ് ഈ ലോകത്തിന് മാറ്റം? പണ്ടത്തെ മനസ്സ് ഇപ്പോഴത്തെ മനസ്സുമായിട്ട് വല്ല വ്യത്യാസമുണ്ടോ? ഒന്നിനും വ്യത്യാസമില്ല. നമ്മൾ ഉണ്ടാക്കി തീർക്കുന്നതാണ്. അപ്പോൾ കുലുങ്ങാതെ, പതറാതെ, പ്രബുദ്ധരായി, ഇളകിമറിയാതെ, ഒട്ടലുണ്ട് എന്ന് വിചാരിച്ച് പരിഭ്രമിക്കാതെ എല്ലാവരും പരിശുദ്ധരായി പവിത്ര ഹൃദയരായി ആകാശതുല്യം ചേതനാമയരായി ജീവിക്കുവപ്പാ. അതിനുള്ള അവകാശം, അതിനുള്ള അധികാരം, അതിനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള സ്വച്ഛത, അതിനുള്ള ആഹ്വാനം നിങ്ങളുടെ മുമ്പിൽ എപ്പോഴുമുണ്ട്. അഷ്ടാവക്ര സംഹിതയിൽ നിന്ന് പ്രത്യേകിച്ചും ഇത് നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു സദസ്സ് വളരെ അപൂർവമാണ്. ഇതിൽ ആരെല്ലാം പങ്കെടുത്തിട്ടുണ്ടോ അവരെല്ലാവരും വളരെ ധന്യരാണ്, അനുഗ്രഹീതരാണ്. നിങ്ങളുടെ പൂർവികന്മാർ എത്ര സന്തോഷിക്കണമെന്നറിയോ? അദൃശ്യമായ മണ്ഡലത്തിൽ നിന്ന് വരും തലമുറകൾക്ക്, എണ്ണമറ്റ തലമുറകൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ പൈതൃക സ്പർശമുണ്ടല്ലോ, അത് എങ്ങനെയെങ്കിലും കുറച്ച് പകർന്നു കൊടുക്കാതെ ഇരിക്കില്ല, അവർക്ക് കിട്ടിക്കോളും. അങ്ങനെ കിട്ടിയത് കൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്ന് സന്നിഹിതരായിരിക്കുന്നത്. ഈ ഒരു വൈഭവം നിങ്ങൾ മനസ്സിലാക്കണമപ്പാ. വിശേഷപ്പെട്ട പൈതൃകം, ഈ പൈതൃകം പോകാതെ ഇരിക്കട്ടെ. ഞാൻ പലപ്പോഴും വിചാരിക്കും ഈ അഷ്ടാവക്ര സംഹിത ഇവിടെ പറയണോ. അപ്പോഴും തോന്നും ആരെങ്കിലും ചിലർ പറഞ്ഞ് 10 പേരെങ്കിലും ഗ്രഹിച്ചാൽ അതിങ്ങനെ ഒരു വിത്ത് കുത്തിയിട്ടമാതിരി മുളച്ചിരിക്കും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പുസ്തകം അച്ചടിച്ച് വിതരണം ചെയ്യണത്. വായിക്കാൻ ആളുകളുണ്ടല്ലോ. ഇങ്ങനെ ഓരോ വ്യക്തിയും അതാത് കാലത്ത് ചെയ്ത പരിശ്രമത്തിൻ്റെ പേരിലാണ് നമ്മുടെ അധ്യാത്മവിദ്യ നശിച്ചു പോകാതെ പുതിയ കൂമ്പുകളെടുത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം നിങ്ങളെ ഞാൻ പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ അഭിനന്ദിച്ച് ആശീർവദിക്കുന്നു, മനസ്സാ ആലിംഗനം ചെയ്യുന്നു. എനിക്ക് പ്രത്യേകിച്ചും എപ്പോഴും ഞാൻ പറയാറുള്ളത്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നല്ല കുട്ടികൾ ജനിക്കണം. ആ കുട്ടികൾക്ക് ആദ്യമായി വേണ്ടത് കുടുംബസ്നേഹം.
ഒപ്പത്തിനൊപ്പം സമാജസ്നേഹം, ഈശ്വരഭക്തി, വിശ്വാസം. അവരുടെ ജീവിതം കൊണ്ട് അവർ നമ്മുടെ ദേശത്തിനും സ്വദേശത്തിനും ലോകത്തിനൊട്ടാകെയും കാര്യമായിരിക്കുന്ന ഒരു മുതൽക്കൂട്ടായി പരിണമിക്കണം. ഓരോരുത്തരും നല്ല പോലെ പരിശ്രമിച്ച് നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ, അവരുടെ പങ്കാളിത്വം, സംഭാവന വേണം. എല്ലാവർക്കും അഭിമാനം തോന്നാവുന്ന സന്താനങ്ങളുടെ പരമ്പരയായിരിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ. ഇത്രയുമായാൽ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ തൃപ്തിപ്പെടാം, അവകാശപ്പെടാം, സന്തോഷിക്കാം. അതിനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹീതമായി എക്കാലത്തേക്കും തുടരണം. സത്സന്താനങ്ങളുടെ പരമ്പരയായിരിക്കണം അവിടെ എല്ലാറ്റിലും മീതെ. കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവട്ടെ, മനസ്സുണ്ടാകട്ടെ. ഈ ലോകത്തിന് മുഴുവൻ സ്വകുടുംബമായി കാണാനുള്ള ഒരു ആർദ്രത വേണം. ഹൃദയത്തിന് വികാസം വേണം, സ്നേഹം വേണം. അങ്ങനെ ആയാൽ എനിക്ക് തോന്നുന്നു എല്ലാം നന്നായി എന്ന്. ആയിരത്തി 1950കളുടെ അവസാനത്തിലോ അതോ 60കളുടെ തുടക്കത്തിലോ എന്നറിയില്ല, ഞാൻ ശ്രീമൂലസ്ഥാനം എന്ന് പറയുന്നത് ആ ആൽത്തറയാണത്രേ, അതാണെന്ന്. അവിടെ അന്ന് ആൽത്തറയിലിരുന്നാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ജനങ്ങളെല്ലാവരും വന്ന് അവിടെ ഇരിക്കും. അപ്പോൾ അന്ന് സംസാരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു ജ്ഞാനപ്രസാദം വിതരണം ചെയ്യണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീകൃഷ്ണാഷ്ടകം എന്ന് പറഞ്ഞ ഒരു അഷ്ടകം ശങ്കരാചാര്യൻ രചിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് രചിച്ചതാണ്. അമ്മ ആവശ്യപ്പെടുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ സന്യാസിയായിട്ട് പോയത്. അപ്പോൾ അമ്മ അഭിലഷിച്ചതനുസരിച്ച് വന്നു നിന്നു. എന്നിട്ട് കൃഷ്ണൻ അമ്മയ്ക്ക് പ്രത്യക്ഷമായി ദർശനം കൊടുക്കട്ടെ എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട അഷ്ടകമുണ്ട്. അതാണ് അന്ന് അടിച്ച് വിതരണം ചെയ്തതെന്നാണ് ഓർമ്മ. അന്ന് മുതൽക്ക് ഇന്നേ വരെ എവിടെയൊക്കെ ജ്ഞാനയജ്ഞം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ അവസാനത്തെ ദിവസം ഈ ജ്ഞാനയജ്ഞത്തിൻ്റെ പരിസമാപനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് മനുഷ്യർക്ക് ചിന്തിക്കാനും മനനം ചെയ്യാനും സൗകര്യമുള്ള എന്തെങ്കിലും സാഹിത്യം, ഇതേമാതിരി വല്ല കൃതികളും കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇതേവരെ മലയാളത്തിലായാലും തമിഴിലായാലും ഇംഗ്ലീഷിലായാലും അതാത് ഭാഷകളിൽ വിതരണം ചെയ്തു വന്നിട്ടുണ്ട്. ഇവിടെയും അതുപോലെ ഒന്നാണത്. മോക്ഷസാധന എന്നാണ് ഇതിന് പേര് കൊടുക്കുന്നത്. മനുഷ്യർക്ക് സാധന ചെയ്യാൻ ഉപകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇത്തവണ ഇതിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഒരു വിശേഷപ്പെട്ട പുസ്തകത്തിൽ നിന്നാണ്. ഞാനത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട അനുഗ്രഹീതാത്മ ഹരിഹി ഓം തത്സത്. നാം 6 ദശാബ്ദങ്ങളായി ഭാരതത്തിലെ ചിരപുരാതനമായ ശാസ്ത്ര സംഹിതകൾ പ്രചരിപ്പിച്ചു വരികയാണ്. ഉപനിഷത്തുകളും ഭഗവത്ഗീതയും 6 ദശാബ്ദങ്ങളായി ഭാരതത്തിലെ ചിരപുരാതനമായ ശാസ്ത്ര സംഹിതകൾ പ്രചരിപ്പിച്ചു വരികയാണ് നാം. ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും അടങ്ങുന്ന പ്രസ്ഥാനത്രയം നമ്മുടെ പുരാതന ചിന്തകന്മാർ ചരിത്രാതീത കാലത്തെ പിന്തുടർന്നു പോകുന്നതാണ്. അത് ഇന്നും ഒരു അക്ഷരമോ വാക്കോ മാറാതെ തുടരുന്നു. പൊതുവെ ഈ ഹിന്ദുക്കളെ പറ്റിയും ഹിന്ദുമതത്തെ പറ്റിയും ഒരു പരാതി ഉള്ളത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ മതത്തിൽ അടിസ്ഥാനമായിട്ടൊരു ഗ്രന്ഥമില്ല എന്ന് പറയും. വളരെ അബദ്ധമാണ് ഈ പറയുന്നത്. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ 3 ഗ്രന്ഥങ്ങൾ കൂടിച്ചേർന്നതാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. പ്രസ്ഥാനം എന്നുള്ള വാക്കിനർത്ഥം ഒരു നോളേജ് വോയേജ് എന്നാണ്, ജ്ഞാനതീർത്ഥയാത്ര. അത് ഉപനിഷത്തുകളിലും ഭഗവത്ഗീതയിലും ബ്രഹ്മസൂത്രത്തിലുമാണ് ഉള്ളടങ്ങിയിരിക്കുന്നത്. ഇത് 3 കൂടിയ പ്രസ്ഥാനത്രയമായി. ഈ പ്രസ്ഥാനത്രയം എഴുതി നമ്മുടെ മുൻപിലുണ്ട്. വേദങ്ങൾ ആദ്യകാലത്ത് പറഞ്ഞു കേട്ട് പഠിപ്പിച്ചതാണ്.
അത് പിൽക്കാലത്ത് ഇപ്പോൾ നമുക്ക് എഴുതിയതുണ്ട്. അത് പറഞ്ഞു കേട്ടതായാലും അല്ലെങ്കിലും എന്നും അത് നമ്മുടെ മുൻപിലുണ്ടായിരുന്നു ഉപനിഷത്തുകൾ. അതിൻ്റെ ഒരു വ്യാഖ്യാനമാണെന്ന് പറയാം ശ്രീകൃഷ്ണൻ അർജുനനെ നോക്കി കൊടുത്തത് കുരുക്ഷേത്രത്തിൽ. അതിനൊരു കമൻട്രി എന്നൊക്കെ പറയും ഒരു തരത്തിൽ. അത് ഭഗവത്ഗീത. പിന്നെ യുക്തിസഹമായി പറയുന്നതാണ് ബ്രഹ്മസൂത്രം. ഈ മൂന്നെണ്ണവും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന് ശ്രുതി, വേദങ്ങൾ, ഉപനിഷത്തുകൾ. പിന്നെ സ്മൃതി, ഭഗവത്ഗീത, മഹാഭാരതത്തിലേത്. മൂന്നാമത്തത് യുക്തി, റീസൺ. ബ്രഹ്മസൂത്രത്തിൽ മുഴുവൻ യുക്തിസഹമായിട്ടുള്ള സൂക്തങ്ങളാണ്. ഇത് മൂന്നും കൂടിയ പ്രസ്ഥാനത്രയം എഴുതി നമ്മുടെ മുൻപിലുണ്ട്. ഇത് ഭാരതത്തിനുള്ള ഒരു മായാമുദ്രയാണത്. ഈ പ്രസ്ഥാനത്തെ ത്രയത്തെ പോലും വകവച്ചില്ല നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്നുള്ളതാണ് എനിക്കുള്ള സങ്കടം. അതിനെ വകവയ്ക്കുമ്പോൾ ഭാരതത്തിൻ്റെ പഴക്കം അതിൽ നിന്ന് വ്യക്തമാണല്ലോ. അങ്ങനെ ഇത്രയും കാലമായി നിലനിന്ന ഒരു ജനസമാജം, അതിന് അതിൻ്റേതായ മൂലഗ്രന്ഥങ്ങളും ഭരണ നിയമങ്ങളും വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് എഴുതി നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് അത് സംശയിക്കാൻ പറ്റില്ല. അതിനൊരു രചയിതാവും ഉണ്ടാവും. എണ്ണമറ്റ തലമുറകളായി ഭാരതീയർ പ്രസ്ഥാനത്രയത്തെ അവയ്ക്ക് മനസ്സും ബുദ്ധിയും ഹൃദയവുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ ആദരിച്ച് അനുസരിച്ചു പോരുന്നു. ഇത്തരം സാഹിത്യ രചനകളാണ് നമുക്ക് എന്നും മികച്ച ധനം. മികച്ച ധനമാത്. പ്രസ്ഥാനത്രയവും ബന്ധപ്പെട്ട പ്രകരണ ഗ്രന്ഥങ്ങളും എങ്ങനെ പൂർവികരുടെ ബൗദ്ധ നേട്ടങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് വെളിപ്പെടുത്തുകയാണ് എൻ്റെ മുഖ്യ ദൗത്യം. ഞാൻ ഈ 62-63 കൊല്ലമായിട്ട് നമ്മുടെ വളരെ പഴക്കമുള്ള ശാസ്ത്രങ്ങൾ എത്രത്തോളം ബുദ്ധിയുടെ പ്രയത്നമുണ്ട് എന്നുള്ളതും ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അതിലെനിക്കൊരു സങ്കടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ബുദ്ധിജീവികൾ ഈ കാര്യം അറിയാതെ പോകുന്നുണ്ടല്ലോ എന്ന്. നമ്മുടെ ഭരണകർത്താക്കളും ശാസ്ത്രജ്ഞന്മാരും ഗവേഷണ പടുക്കളും എല്ലാവരും ഇത് മനസ്സിലാക്കിയാൽ അവർ ചെയ്യുന്ന പ്രവൃത്തി തന്നെ 1-10 അത് പുഷ്പിച്ച് ഫലിക്കും. പക്ഷെ അവരിത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊരു സങ്കടം. അപ്പോൾ എന്തോ കാരണത്താൽ എനിക്കത് വെളിപ്പെടുത്തണം എന്നൊരു താല്പര്യമുണ്ട്. അതൊരു ദൗത്യമായി നടത്തിപ്പോരാണ്. മനസ്സിനെയും ബുദ്ധിയെയും ധന്യമാക്കുന്ന ഈ പ്രതിപാദനങ്ങൾ ഒട്ടേറെ പേർക്ക് ശാസ്ത്രങ്ങളുടെ നിർദ്ദേശം പിന്തുടരാൻ തക്ക ആവേശവും നിർബന്ധവും നൽകി വരുന്നു. ഇതിൽ ഒരു വരി വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ അവർക്ക് തന്നെ അതിൽ പ്രതിബദ്ധത വരും. നമ്മുടെ അടുത്ത ശിഷ്യൻ ഉണ്ണികൃഷ്ണൻ. ആരായി ഉണ്ണികൃഷ്ണൻ? UK നായർ എന്നാണ് പറയുക. അദ്ദേഹത്തിന് ഞാൻ ഇന്ന് പ്രസാദം കൊടുത്തയച്ചു വിടുന്നത്. അപ്പോൾ ഉണ്ണികൃഷ്ണനാണല്ലോ ഇവിടെ ആദ്യമായിട്ട് എൻ്റെ 2ാമത്തെ ഭഗവത്ഗീത കൊല്ലംതോറും നടത്തുന്ന ഗീതാ തത്വ സമീക്ഷാ കമ്മിറ്റിയൊക്കെ ഫോം ചെയ്ത് കൺവീനറായിരുന്നു. അപ്പോൾ വളരെ അടുപ്പത്തിലുള്ള ഒരാളാണ്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ അടുത്ത ശിഷ്യൻ ഉണ്ണികൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞു, സ്വാമിജി എപ്പോഴും പുരാതന ശാസ്ത്രങ്ങളെക്കുറിച്ചാണല്ലോ പറയുന്നത്. സ്വാമിജി തന്നെ രചിച്ച ഗ്രന്ഥം ഞങ്ങൾക്ക് എന്നാണ് കാണാൻ ഇടവരുക? ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അത് മനസ്സിൽ തട്ടി. താമസിയാതെ നാം എഴുതിയതാണ് മലയാളത്തിലും സംസ്കൃതത്തിലുമുള്ള ആത്മാനുഭൂതി. അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ഒരു ദശാബ്ദം കഴിഞ്ഞ ആത്മാനുഭൂതിയിലെ 132 ശ്ലോകങ്ങളിലെ 4 എണ്ണമാണ് ഇതിലുള്ളത്. ഒരു ദശാബ്ദം കഴിഞ്ഞു അത് രചിച്ചിട്ട്. മനസ്സ് എങ്ങനെ മികവുറ്റ നിധിയാകും, വേണ്ടത്ര മഹിമയോടെ പ്രവർത്തിക്കാനും തുടങ്ങുമെന്നാണ് ഇതിൽ വിവരിക്കുന്നത്. ജീവിതത്തിൽ ഓരോ സംഗതിയും മനസ്സിലാണ് ഉദ്ഭവിച്ച് നിലനിന്ന് സമാപിക്കുന്നത്. മനസ്സിന് എന്തും രചിച്ച് നിലനിർത്തിക്കാനുള്ള ശക്തിയുമുണ്ട്. ഇത് ഗ്രഹിപ്പിച്ചു തരുന്നതാണ് ആധ്യാത്മികത. അത് സ്വന്തം ഉള്ളിലേക്ക് ഇറക്കി തത്വമനനത്തിലുള്ള ഗുണമേന്മകൾ തൊടുത്ത് മനസ്സിലെ ഇടുക്കങ്ങൾ നീക്കുന്നു. വികസ്വരതയും വിശാലതയും ഉളവാകാൻ വികാരഭാവങ്ങൾ ശുദ്ധമാകണം. അപ്പോഴേ ഉൾക്കനം ഉരുകി സ്വാതന്ത്ര്യവും ലാഘവവും ആഹ്ലാദ തിമിർപ്പും കവിഞ്ഞു വഴിയൂ.
ആത്മാനുഭവത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും കാതലായ ഈ ഉൾവികാസത്തിന് പരിശ്രമിക്കൂ, അതിൽ വിജയിക്കൂ. ഇതാണ് ഇതിലെ സന്ദേശം. ഈ പറഞ്ഞ ആത്മാനുഭൂതിയിലെ 4 ശ്ലോകങ്ങളാണ് എടുത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതുവരെ ഞാൻ എഴുതിയ ഒരു കൃതിയിൽ സംസാരിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം മുതൽക്കാണ് പുറത്തു പോയപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയത് ആത്മാനുഭൂതിയെക്കുറിച്ച്. ഇങ്ങനെ ഒരു പ്രസാദം ലിറ്ററേച്ചറും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒരു നിലയ്ക്ക് അതൊരു വിശേഷമാണ്. നിങ്ങൾ വായിച്ചു നോക്കൂ, നന്നായിരിക്കും. ആകാശകോശ പരിജൃംഭിത ഭൂതഭാവാ നാകാശതത്വമണുമാത്രമധിക്രമന്തേ ഹൃത്കോശജന്യ ഭവഭാവവികൽപ്പജാലം ഹൃന്മാത്രരൂപം അണുമാത്രമധിക്രമേത് കിം. നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഇടയ്ക്കെങ്കിലും ഒന്ന് ചിന്തിക്കുമോ? നമ്മൾ അധിവസിക്കുന്നത് ഭൂമിയിലാണ്. ഭൂമി ഒരു ഗോളമാണ്. ഈ ഗോളം ഒറ്റപ്പെട്ടുണ്ടായതോ ഒറ്റപ്പെട്ട് കഴിയുന്നതോ അല്ല. ഭൂമി ഉണ്ടായെങ്കിൽ അത് സൂര്യനിൽ നിന്നാണെന്ന് വയ്ക്കുക. സൂര്യനോ ഈ ഭൂമിയോട് ബന്ധപ്പെട്ടതാണ്. നവഗ്രഹങ്ങളൊക്കെ പറയുമല്ലോ, ചന്ദ്രനടക്കം. അപ്പം ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും ജനിച്ചു എന്നുള്ളത് ഒരു വാക്ക്. ശരിക്കുള്ള വാക്കെന്താ? ഭൂമിയിൽ നിന്ന് ഭൂമിപുത്രന്മാരും ഭൂമിപുത്രിമാരുമാണ് നമ്മൾ. അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഭൂമിക്ക് ഒറ്റയ്ക്കല്ലതാനും അനവധി ഗോളങ്ങളുണ്ട്. കോടാനുകോടി ഗോളങ്ങളാണ് ആകാശകോശത്തിൽ. ഇവ എല്ലാം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആകാശകോശ പരിജൃംഭിത ഭൂതഭാവാ. ഈ ആകാശകോശത്തിൽ ചുറ്റിസഞ്ചരിക്കുന്ന പാറിപ്പറക്കുന്ന എത്ര ഗോളങ്ങളാണ്. ഈ ഗോളങ്ങൾ ഈ ആകാശത്തിന് എള്ളളവ് പോലും എന്തെങ്കിലും തരത്തിലൊരു കോട്ടമോ ബാധയോ വരുത്തുന്നുണ്ടോ? ഇല്ല. ആകാശം എന്ന് പറയുന്നത് ജഡമാണ്, നിശ്ചേതനമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് നിർത്തുന്നത് ചിദാകാശമാണ്. ഇറ്റ് ഈസ് എ സെൻഷ്യൻ സ്പേസ്. ദി എക്സ്റ്റേണൽ സ്കൈ ഈസ് ഇൻസെൻഷ്യൻറ്റ്. ആ ഇൻസെൻഷ്യൻ്റായ സ്പേസിനെ പോലും ഈ ദ്രവ്യങ്ങളും ഊർജങ്ങളും കണ്ടമാനം ഭ്രമണം ചെയ്ത് നടക്കുന്ന ഈ ഗതിയുണ്ടല്ലോ, സ്വല്പമെങ്കിലും ഒരു കോറലോ പോറലോ അതിൽ ഏൽപ്പിക്കുന്നില്ല. അപ്പം അതിനേക്കാൾ സൂക്ഷ്മവും എല്ലാം ഉണ്ടാക്കുന്നതിനും ഭരിക്കുന്നതിനുമെല്ലാം ത്രാണിയുള്ളതുമായ ചിദാകാശം, സെൻഷ്യൻ സ്കൈസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതിൽ എന്തു വരുന്നാ നിങ്ങൾ പറയണേ? അതിലുണ്ടാകുന്ന വിചാരങ്ങൾ, വികാരങ്ങൾ, ആലോചനകൾ, ഭാവങ്ങൾ, സംശയം, ചോദ്യം, ഉത്തരം, കണ്ടുപിടുത്തം, അതിൽ ഉദിച്ചു വിരിയുന്ന ജാഗ്രത അവസ്ഥ, സ്വപ്നം, സുഷുപ്തി, ഇതെല്ലാം തന്നെ ഈ ചിദാകാശത്തിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഈ ദ്രവ്യോർജങ്ങളെ കൊണ്ട് ജഡാകാശത്തിന്, ദ്രവ്യാകാശത്തിന് കോട്ടം വരില്ലെങ്കിൽ ഈ ഉള്ളിലുള്ള നനുത്ത നേർത്ത സാധനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ചിദാകാശത്തിന് കോട്ടം വരിക? ഒന്ന് ആലോചിച്ച് നോക്കുമപ്പാ. ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? നാണാവില്ലേ പറയാൻ? എൻ്റെ ചിന്ത എന്നെ വേദനിപ്പിക്കണു. ആരെ വേദനിപ്പിക്കണു? ഏത് ചിന്ത? ഈ ചിന്ത എന്താ? ഭൂമിയേക്കാളും കനമുള്ളതാണ്. എന്താ ചിന്തയ്ക്കുള്ള കനം? അതിന് ത്ലാസിൽ തൂക്കാൻ പറ്റുമോ? തൂക്കിയാൽ പറ്റിയ അതിന് കനമുണ്ടോ? ഡെൻസിറ്റി ഉണ്ടോ? ഡെൻസ് അല്ലാത്തൊരു ചിന്ത എങ്ങനെയാണ് അതിസൂക്ഷ്മമായ ചിദാകാശത്തെ ബാധിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒട്ടുമില്ല. പുറമേയുള്ള ആകാശത്ത് നോക്കിയാൽ മതി മനസ്സിലാവാൻ. വിചാര സൗഭാഗ്യ സമൃദ്ധി വേഗാത് വിവേകധന്യത്വമവാപ്യതൂർണം വിജ്ഞാനമാഹാത്മ്യമഹാപ്രഭുത്വം സംപ്രാപ്യ തിഷ്ഠ അമല കോമലാത്മാ. നമുക്കുള്ള വൈഭവം എവിടുന്നാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പണം പുറത്തുള്ള സാമാനങ്ങൾ മേടിക്കാൻ ഉപകരിക്കും. നമ്മുടെ മനസ്സിനെ ധന്യമാക്കണമെങ്കിൽ ആ ധന്യതയ്ക്ക് മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന തത്വവിചാരം, മൂല്യാത്മകമായ ആലോചന. ഒരു മനുഷ്യൻ നന്നാവത്, എ മാൻ ഈസ് ജഡ്ജ്ഡ് നോട്ട് ബൈ വാട്ട് ഹീ ഹാസ് ബട്ട് ബൈ വാട്ട് ഹീ ഈസ്.
not by what he has, but by what he is. That easiness about him is not depending upon his body, dress or other belongings he has. തനിക്കുള്ള വിഭവങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മളുടെ ഈസ് ഒരാളെന്താന്നുള്ളത് നിശ്ചയിക്കുന്നത്. ആ ആളുടെ മനസ്സിന് എത്ര മഹത്വമുണ്ട്, എത്ര ഉദാരതയുണ്ട്, ആ മനുഷ്യനിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവർക്ക് സാന്ത്വനമായി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പം ഞങ്ങളുടെയൊക്കെ ജീവിതം കംപ്ലീറ്റായിട്ട് ഒഴിഞ്ഞു വെച്ചിരിക്കുക. ഞാൻ കൽക്കത്തയിൽ നിന്ന് സന്യാസം എടുത്ത് പുറത്തു വന്നപ്പോൾ ഞാൻ എപ്പോഴും പറയണത് എന്താ, ഐ വാസ് സോ ഹാപ്പി. I am greeted by chance and graced by providence. സ്വാഗതം ചെയ്യാനായിട്ട് തെരുവുകളിലാണ് സഞ്ചരിക്കുന്നത്. സ്വാഗതം ചെയ്താനായി യാദൃച്ഛികത മാത്രമേ ഉള്ളൂ. അടുത്ത് എവിടെ എത്തും, അന്ത്യം എവിടെ ഉറങ്ങും, അടുത്ത ഭക്ഷണം കിട്ടുമോ ഒന്നും അറിയില്ല. ഗ്രീറ്റഡ് ബൈ ചാൻസ് ആൻഡ് ഗ്രേസ്ഡ് ബൈ ദ ഷാഡോ ഓഫ് പ്രോവിഡൻസ്. ഈശ്വരൻ്റെ നിഴലും തണലും. അന്ന് മുതൽക്ക് ഇന്നേ വരെ നാം ചെയ്തു പോന്നിട്ടുള്ളതെല്ലാം മനുഷ്യർക്ക് സമാധാനം, മനസ്സിന് ശാന്തി, സമാധാനം, ബുദ്ധിക്ക് അറിവ്, ഒരു നങ്കൂരം, അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള പ്രവൃത്തിയെ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഒരു മനുഷ്യൻ്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ മനുഷ്യനിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒരു 4 വാക്ക് നല്ലത് പറയാൻ സാധിക്കുന്നുണ്ടോ, സമാധാനം കൊടുക്കുന്നുണ്ടോ? ദ്രവ്യമായ സഹായം ചെയ്യാം, മനസ്സിനുള്ള, ശരീരത്തിന് ഭക്ഷണം, പാർപ്പിടുന്നൊക്കെ പറയും, വസ്ത്രം. മനസ്സിന് ശാന്തിയും സന്തോഷവുമാണ്, ബുദ്ധിക്ക് അറിവാണ്. ഇത് രണ്ടുമാണ് ദ ഇന്നർ പേഴ്സണാലിറ്റി, വ്യക്തിത്വം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പറയുക, വിചാര സൗഭാഗ്യ സമൃദ്ധി വേഗാത്. വിചാര സൗഭാഗ്യ സമൃദ്ധി. കേൾക്കണം നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള വിചാരമാണ് നിങ്ങളെ സൗഭാഗ്യമണയ്ക്കാൻ. ആ സൗഭാഗ്യത്തിൽ ഒരു കുറവും വരുത്തരുത്. നമുക്ക് പണം കുറയാം, അഴക് കുറയാം, ആരോഗ്യം കുറയാം, സ്വജന ബന്ധങ്ങൾ കുറയാം. പക്ഷേ മനസ്സിൽ നിന്ന് നിർഗളിക്കുന്ന വിചാരത്തിന് ഒരേഴത്വവും പോഴത്വവും ആവശ്യമില്ല. അതൊരു സൗഭാഗ്യമണയ്ക്കത്തക്ക വിധത്തിൽ വളരെ ധന്യമാക്കി പരിശീലിക്കാൻ ആർക്കും സാധിക്കും. വിവേകധന്യത്വമവാപ്യതൂർണം. നല്ല വിചാരം വളർത്തി വിവേകത്തിൻ്റെ നിധിയായി വിജ്ഞാന മാഹാത്മ്യ മഹാപ്രഭുത്വം. വിജ്ഞാന മാഹാത്മ്യ മഹാപ്രഭുത്വം. നമ്മുടെ മനസ്സിലുള്ള വിചാരങ്ങൾ ഉത്തുംഗം, കൂടുതൽ കൂടുതൽ ഉത്തുംഗമായി, ഉദാരമായി, വ്യാപകമായി എന്നുണ്ടെങ്കിൽ നമ്മളെ മഹാപ്രഭുവായി അഭിഷേകം ചെയ്യും. എത്ര വിശേഷപ്പെട്ടതാ. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യൻ പാടുക, നിങ്ങൾക്ക് കേൾക്കണോ? നാരായണോഹം നരകാന്തകോഹം പുരാതനോഹം പുരുഷോഹമീശ അഖണ്ഡബോധോഹം അശേഷസാക്ഷി നിരീശ്വരോഹം നിരഹം ച നിർമ്മമഃ. എവിടെ പോയി കാര്യങ്ങൾ? നാരായണനാണ് ഞാൻ, നരകാന്തകനാണ് ഞാൻ, നിരീശ്വരനാണ് ഞാൻ, എനിക്ക് നിർമ്മമതയാണ് എപ്പോഴും. അപ്പം മഹാപ്രഭു എന്നുള്ളൊരു നില നമുക്ക് ഉള്ളുകൊണ്ട് അടയാൻ പറ്റുന്ന വിശേഷപ്പെട്ട ഒരു തത്വവിചാരമാണ്. വിജ്ഞാനമാഹാത്മ്യ മഹാപ്രഭുത്വം സംപ്രാപ്യ തിഷ്ഠ അമലകോമലാത്മാ. ആ മഹാപ്രഭുത്വം കൈവരിച്ച് നിങ്ങൾ കോമളാത്മാവായി ജീവിക്കൂ. കോമളാത്മാവ്. നിങ്ങളെ കാണാൻ എന്തുമാത്രം കൗതുകമുണ്ടാകുന്നറിയോ? അത്ര വിശേഷപ്പെട്ട. അതിനുള്ള കാരണം മനസ്സിൻ്റെ അമലത്വം, മലമില്ലാത്ത നിലയാണ്. അവസാനത്തെ ശ്ലോകം വായിച്ചു നിർത്താം. നിർബാധിതോപി നിരവധ്യഗതഃ സദൈവ നിശ്ചിന്തയേവ പരതത്വവിമർശനേന നിർവാഞ്ഛമുക്തഗതിമേത്യ സമത്വദൃഷ്ടിം ആദിഷ്ഠ സംസര ചിരം ഭവഭാനദീപ്തഃ.
നിർബാധിതോപി നിരവധ്യഗതഃ സദൈവ നിശ്ചിന്തയേവ പരതത്വവിമർശനേന. നിങ്ങളുടെ മനസ്സിലുള്ള ദൂഷ്യങ്ങളെല്ലാം പോയി മനസ്സ് ശുദ്ധമൂർത്തിയാവാനുള്ള ഒരൊറ്റ വഴി എന്താണെന്നറിയോ? തത്വവിചാരം. ആ പരമമായ തത്വം. ഒരു 5 മിനിറ്റ് നിങ്ങൾ പരമാത്മാ എന്താണ് ഈ ഞാൻ എന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ. ചെറുപ്പത്തിൽ പറയാൻ തുടങ്ങിയതാ, ഒരു കോട്ടവും വന്നിട്ടില്ല. എനിക്ക് ദുഃഖമുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ ദുഃഖിയാണെന്ന് പറയുമ്പോഴും ദുഃഖത്തെ അതിജീവിച്ച് പിന്നീട് സുഖിക്കുന്നു. അപ്പോൾ ഈ ഞാൻ നിർബാധിതമായി നിൽക്കുന്നുണ്ട്. അതെന്താന്ന് കുറച്ച് നേരം ഒന്ന് ആലോചിക്കൂ. പരതത്വവിമർശനേന, അത് കൂലങ്കഷമായി വിമർശനാത്മക ബുദ്ധിയോടുകൂടി അങ്ങനെ ആലോചിക്കണം. അപ്പോഴോ നിർവാഞ്ചമുക്തഗതിമേത്യ സമത്വദൃഷ്ടിമാധിഷ്ഠ. അപ്പം മനസ്സിലുള്ള ആശകളൊക്കെ പോവും, വ്യത്യാസബുദ്ധിയൊക്കെ അസ്തമിക്കും. നമുക്ക് ശത്രുമിത്ര ഭേദം ഉണ്ടാവില്ല, നന്മ തിന്മ വ്യത്യാസമുണ്ടാവില്ല. ഒരാളെ മോശമാണെന്ന് പറഞ്ഞ് തള്ളാൻ തോന്നില്ല. മോശമാണെന്ന് തള്ളുമ്പോൾ അയാൾ മോശമാണെന്ന് പറഞ്ഞ് തള്ളുമ്പോൾ നമ്മൾ മോശമായി. അയാൾക്ക് ഒരു തെറ്റാ, നമുക്ക് 10 തെറ്റായി. മോശക്കാരനാണെന്ന് പറഞ്ഞ് തള്ളിയില്ലോ, എന്ത് ഗ്രഹപ്പഴപ്പം അത്. നല്ലതും ചീത്തയും അറിയുന്ന ഒരാളെ ചീത്ത എന്ന് പറഞ്ഞ് തള്ളി. ചീത്തയെ നിങ്ങൾക്ക് തള്ളാം, ചീത്തയുള്ള ആളെ തള്ളാൻ പറ്റില്ല. അവർക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരവകാശമുണ്ട്. അവരുടെ ബുദ്ധി നിങ്ങൾക്കാ വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളും ചീത്തയാവുമല്ലോ. അപ്പം നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. ഇത് വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. ആദിഷ്ഠ സംസരചിരം ഭവഭാനദീപ്ത. നിങ്ങളുടെ മനസ്സ് ആ മനസ്സിലുള്ള ശുദ്ധഭാവനയാൽ പ്രകാശിക്കട്ടെ, സുന്ദരമാകട്ടെ. പൂർണ്ണ ചന്ദ്രനെ പോലെ അതിൻ്റെ കുളിർമ എല്ലാവർക്കും അനുഭവപ്പെടാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഭാവപ്രകാശം കൊണ്ട് നിങ്ങൾ പ്രകാശിതരാവണം. നമ്മുടെ മനസ്സിപ്പോൾ ഇരുളാണ്, നമ്മുടെ മനസ്സിപ്പോൾ ഭേദബുദ്ധി കൊണ്ട് കളങ്കിതമാണ്. അതൊക്കെ ഒന്ന് പോയി ശുദ്ധമായി, വിശുദ്ധ സത്വം എന്ന് അതിന് പറയുക. നമ്മുടെ മനസ്സ് ശുദ്ധമായി പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രകാശവും കുളിർമയും വിതരണം ചെയ്തുകൊണ്ട് അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആകാശകോശത്തിൽ ഗോളങ്ങളുടെ ഭ്രമണം ഒരു കോട്ടവും വരുത്തുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നടക്കുന്ന കോലാഹലങ്ങൾ കൊണ്ട് ചിതാകാശത്തിന് ഒരു കോട്ടവും വരാനില്ല എന്ന് ഉറപ്പിച്ചിരിക്കുക. 132 ശ്ലോകങ്ങളാണ്. അതിന് ഞാൻ തന്നെ ഇംഗ്ലീഷിൽ ഒരു തർജ്ജമ എഴുതിയിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു കമൻട്രി ഞാൻ എഴുതുക വേണ്ടാന്ന് തോന്നി. അപ്പോൾ ഇംഗ്ലീഷിൽ, മലയാളത്തിൽ എഴുതിയിട്ടില്ല. ആദ്യം ഞാനിത് രചിച്ചത് മലയാളത്തിലാണ്. അത് പിന്നെ എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ച് സംസ്കൃതത്തിലാക്കിയതാണ്. ഇത്തവണ ആദ്യമായിട്ടാണ് അതൊരു പ്രസാദമായി വിതരണം ചെയ്യണത്. നിങ്ങളെല്ലാവരും വായിക്കൂ, മനസ്സിലാക്കൂ, ധന്യരാകൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ആ പ്രകാശം കൊണ്ടും ധന്യത കൊണ്ടും ഭവ്യത കൊണ്ടും നിങ്ങൾ പ്രകാശിതരായിത്തീരും. കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മുഖം പ്രസന്നമായിട്ട് തോന്നണം. അങ്ങനെ ആവട്ടെ. ഞാൻ നിർത്താം. ശാന്തസ്വഭാവമജരാത്മകമേകസത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവം അഹം തദേവ. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഓം ഹരി ഹരി. എല്ലാവർക്കും കൂടി സമാപന ഓങ്കാരം കൈകോർത്ത് മടിയിൽ വെച്ച് വേണ്ടതുപോലെ ഇരിക്കും. ഓ
ശാന്തി എന്ന് പറയുന്നത് പൂർണ്ണ ചന്ദ്രനെ പോലെ നിങ്ങളിൽ എല്ലാവരിലും ഉള്ളിൽ പ്രകാശിക്കുന്നുണ്ട്. അതിനെ തേടരുത്, അത് ഉള്ളതിനെ കണ്ടുപിടിക്കൂ. തേടിപ്പോണ്ട, ഉണ്ട് അവിടെ. നിങ്ങളെല്ലാവരും ശാന്തസുന്ദരന്മാരാണ്, ശാന്തഗംഭീരന്മാരാണ്. എല്ലാവർക്കും ഭവ്യവും ധന്യവും ശ്ലാഘ്യവും ഉദാത്തവുമായ ഒരു മനസ്സാണുള്ളത്. അതിനെ വെറുതെ കളങ്കിതം ദൂഷിതം എന്ന് മുദ്ര കുത്തരുത്. മനസ്സൊരു നിധിയാണ്. ആ നിധിയായി തന്നെ മനസ്സിലാക്കി ആ മനസ്സിൻ്റെ ധന്യതയിൽ ധന്യരായി ജീവിക്കൂ. ഞാൻ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഒട്ടും ഭയപ്പെടരുത്. നിർഭയരായി ഈശ്വരൻ്റെ മടിത്തട്ടിൽ അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഛായയിൽ സ്വച്ഛന്തം സഞ്ചരിക്കാനും ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. ഹരിഹി ഓം തത്സത്. ജയ ഗുരു, ജയ ഗുരു.